ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത് മറ്റീരിയൽ സയൻസ് ആണ്. സോ അപ്പം മറ്റീരിയൽ സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട് ഡെയിലി ലൈഫ്. സോ അപ്പം അതെന്ത് ചെയ്യണം, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക അറിയുക. സോ ഇപ്പോൾ പുതിയ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ആ മെറ്റീരിയൽ സയൻസിനെ കുറിച്ച് അറിയണം. അതേപോലെ തന്നെ എന്താണ്, ഇപ്പോൾ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു സർവീസ് കണ്ടീഷനിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ അറിയണം. ഓക്കെ. സോ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, ഹൗസിംഗ്, ക്ലോത്തിങ്, കമ്മ്യൂണിക്കേഷൻ, റിക്രിയേഷൻ, ഫുഡ് പ്രൊഡക്ഷൻ, വിർച്വലി every segment of our everyday life is influenced to one degree or another by materials. So അപ്പോൾ ഈ ഇത്രയും അതായത് ഡെയിലി ലൈഫിൽ എന്താണ്, ഈ സെക്ടറിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽസ് നമ്മളുടെ ലൈഫിനെ, എവറിഡേ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ടു ഹാവ് ഡിസ്കവർഡ് ദാറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ കുഡ് ബി ഓൾട്ടർഡ് ബൈ ഹീറ്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ബൈ അഡീഷൻ ഓഫ് അതർ സബ്സ്റ്റൻസ്. ഇപ്പോൾ ഒരു മെറ്റീരിയൽ എടുത്തു, അപ്പോൾ ആ മെറ്റീരിയലിന് എന്തായിരിക്കും, അതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഓക്കെ. നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, സർട്ടൻ പ്രോപ്പർട്ടീസ് അതിനുള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓരോ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, സർട്ടൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ ഒരു മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ്, ഓക്കെ, ഡിഫറെന്റ് മെറ്റീരിയൽസിന് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഓക്കെ. ഓക്കെ, ഓരോ ഇൻസ്റ്റൻസിനനുസരിച്ച് എന്തെങ്കിലും ആപ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്തായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്, അതിനുള്ള അവൈലബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി അനുസരിച്ച്. സോ ഇപ്പോൾ ആ ഒരു പ്രോപ്പർട്ടീസ്, മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, ഹീറ്റ് ട്രീറ്റ്മെന്റ്, അതേപോലെ തന്നെ അഡീഷൻ ഓഫ് അതർ സബ്സ്റ്റൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അലോയ്സ്. ഓക്കെ, അതാണ് ഈ ഒരു അഡീഷൻ ഓഫ് അതർ സബ്സ്റ്റൻസ് പറയുന്നത് വരുന്നത്. പിന്നെ ഹീറ്റ് ട്രീറ്റ്മെന്റ്, അപ്പൊ ഹീറ്റ് എന്താണ്, ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹീറ്റ് എനർജി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും, ഓൾട്ടർ ചെയ്യാൻ പറ്റും. സോ ഇപ്പം അതായത് ഒരു മെറ്റീരിയൽ നാച്ചുറലി അവൈലബിൾ, അതായത് ഡിഫറെന്റ് മെറ്റീരിയൽസ് നാച്ചുറലി അവൈലബിൾ ആണ്. സോ ഇപ്പോൾ ആ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി എന്തായിരിക്കില്ല, നമുക്ക് നമ്മുടെ യൂസ്ഫുൾനെസ്സിനനുസരിച്ച് എന്തുണ്ടാവില്ല, അവൈലബിൾ ആയിരിക്കില്ല അതിന്റെ പ്രോപ്പർട്ടി. ചിലപ്പോൾ എന്തായിരിക്കും, ഹയർ ആയിരിക്കും, അല്ലെങ്കിൽ കുറവ്. ഇപ്പോൾ ഒരു അയൺ എടുത്തു എന്ന് വിചാരിക്കും, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ഫോർജ് ചെയ്യണം. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഹീറ്റ് ട്രീറ്റ്മെന്റ് നൽകി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ചും കൂടി സോഫ്റ്റ് ആയി മാറും. ഓക്കെ. അപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്താണ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ത് ചെയ്യുന്നു, നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് സോഫ്റ്റായി മാറും. അതേപോലെ എന്താണ്, നമുക്ക് രണ്ട് തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഓൾട്ടർ ചെയ്യാൻ പറ്റുന്നത്. സോ ഇപ്പോൾ ഈ ഒരു മെറ്റീരിയൽ സയൻസ് അല്ലെങ്കിൽ ദ ഡിസിപ്ലിൻ ഓഫ് മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, മെറ്റീരിയൽ സയൻസും അതുപോലെ തന്നെ മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ മെറ്റീരിയൽ സയൻസ് എന്താണെന്ന് നോക്കാം. ഇൻവോൾവ്സ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ റിലേഷൻഷിപ്പ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദി സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ ഓരോ മെറ്റീരിയലിനും എന്തായിരിക്കും, ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പൊ അത് മോളിക്കുലർ ലെവലിലോ അല്ലെങ്കിൽ സബറ്റോമിക് ലെവലിലൊക്കെ ആയിരിക്കുന്നത് ഈ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നത്. സോ ഇപ്പോൾ എന്തായിരിക്കും, ഈ ഒരു സ്ട്രക്ചേഴ്സ് എന്തായിരിക്കും അതിന്റെ പ്രോപ്പർട്ടീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇപ്പോൾ ഈ ഒരു മെറ്റീരിയൽ സയൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രക്ചേഴ്സ്, അതായത് ഓരോ മെറ്റീരിയലിന്റെ എന്തായിരിക്കും എക്സിസ്റ്റിംഗ് സ്ട്രക്ചേഴ്സും അവരുടെ പ്രോപ്പർട്ടീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽ സയൻസ് അതിനകത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ്, റോൾ ഓഫ് മെറ്റീരിയൽ സയൻറ്റിസ്റ്റ് ഈസ് ടു ഡെവലപ്പ് ഓർ സിന്തസൈസ് ന്യൂ മെറ്റീരിയൽസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ഒരു നമ്മൾ എന്തിനാ ഇപ്പോൾ ഇതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു എന്താണ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്തായിരിക്കും, നമ്മളുടെ നീഡിനനുസരിച്ചുള്ളതായിരിക്കില്ല. സോ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ ഓൾട്ടർ ചെയ്യണം. സോ ഇപ്പോൾ ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു നോ ദി പ്രോപ്പർട്ടീസ്, അതായത് റിലേഷൻ ബിറ്റ്വീൻ ദി എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ ആൻഡ് ദയർ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ്, അവരുടെ എന്താണ് സ്ട്രക്ചർ തമ്മിലുള്ള റിലേഷൻ അറിയണം. ഓക്കെ. ദെൻ മെറ്റീരിയൽ എഞ്ചിനീയേഴ്സ് എന്താ ചെയ്യുന്നത്, ഓൺ ദ ബേസിസ് ഓഫ് ദി സ്ട്രക്ചർ പ്രോപ്പർട്ടി കോറിലേഷൻ designing or engineering the structure of the material to produce a predetermined set of properties. So ഇപ്പോൾ അപ്പോൾ നമുക്ക് നീഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലും അതായത് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയലും തമ്മിൽ എന്തായിരിക്കും, ഡിഫറൻസ് ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് പ്രീഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. അതായത് നമുക്ക് ആവശ്യമുള്ള ഒരു മെറ്റീരിയലിൽ നമുക്ക് എന്താണ്, അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് നമുക്ക് ആവശ്യം ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഡിസൈൻ ആൻഡ് എഞ്ചിനീയർ, ഡിസൈൻ അല്ലെങ്കിൽ
എഞ്ചിനീയർ ദി സ്ട്രക്ചർ ഓഫ് ദി മെറ്റീരിയൽ. അതാണ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്നത്. Whereas material engineer is called upon to create new product or systems using existing material and or to develop a technique for processing materials. അപ്പോൾ അത് എന്ത് ചെയ്യുക, മെറ്റീരിയൽ എഞ്ചിനീയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, പുതിയ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പുതിയ സിസ്റ്റംസ് യൂസിങ് എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതായത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തായാലും അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാം, ദെൻ സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് മെറ്റീരിയൽ പ്രോസസ്സിംഗ് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് മെറ്റീരിയൽ എഞ്ചിനീയേഴ്സ് ചെയ്യുന്നത്. മെറ്റീരിയൽ സയൻസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റിഗേറ്റ് ദി റിലേഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽസ്. സോ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ദ സ്ട്രക്ചർ ഓഫ് എ മെറ്റീരിയൽ യൂഷ്വലി റിലേറ്റ് ടു ദി അറേഞ്ച്മെന്റ് ഓഫ് ഇറ്റ്സ് ഇന്റേണൽ കോമ്പണൻസ്. സോ ഇപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു മെറ്റീരിയലിന്റെ ഇന്റേണൽ കോമ്പണൻസിന്റെ അറേഞ്ച്മെന്റ്, അതിനെന്ത് ചെയ്യുന്നത് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ സബറ്റോമിക് സ്ട്രക്ചർ എന്ന് നോക്കാം. ഇൻവോൾവ്സ് ഇലക്ട്രോൺസ് വിത്തിൻ ഇൻഡിവിജ്വൽ ആറ്റംസ് ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് ദയർ ന്യൂക്ലിയസ്. ഇപ്പോൾ സബറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇലക്ട്രോൺസ് ഓരോ ആറ്റത്തും തമ്മിലുള്ള ഇന്ററാക്ഷൻ, അതേപോലെ തന്നെ എന്താണ് അതിന്റെ ന്യൂക്ലിയയുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അതാണ് സബറ്റോമിക് സ്ട്രക്ചർ പറയുന്നത്. ഓൺ ആൻ ആറ്റോമിക് ലെവൽ സ്ട്രക്ചർ encompasses the organization of atoms or molecules relative to one another. The next larger structure realm, which contain larger group of atoms that are normally agglomerated together, is termed as microscopic, meaning that which is subject to direct observation using some type of microscope. Finally, structural elements that may be viewed with the naked eye are termed as macroscopic. സോ ഇപ്പോൾ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, നമുക്ക് സബ് അറ്റോമിക് ലെവൽ ഉണ്ട്, അതുപോലെ തന്നെ അറ്റോമിക് ലെവൽ ഉണ്ട്. സോ ഇപ്പോൾ അറ്റോമിക് ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഓർഗനൈസേഷൻ ഓഫ് ആറ്റം ഓർ മോളിക്യൂൾസ് റിലേറ്റീവ് ടു വൺ അനദർ. എന്താണ് ഈ ഒരു ആറ്റത്തിന്റെ അറേഞ്ച്മെന്റ്, ഓരോ മോളിക്യൂൾ എന്തായിരിക്കും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അറേഞ്ച്മെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ഇപ്പോൾ ഇതില് നമുക്ക് ഈ അറ്റോമിക് ലെവലിലുള്ള ഈ ആറ്റത്തിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുള്ളൂ, മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റുള്ളൂ. ദെൻ ഈ സ്ട്രക്ചറൽ എലമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേക്കഡ് ആയിക്കൊണ്ട്, അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് വ്യൂ എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. സോ അപ്പൊ നമുക്ക് സ്ട്രക്ചറിനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്ന രണ്ട് തരത്തിൽ പറയാം. സബറ്റോമിക് സ്ട്രക്ചർ ഉണ്ട്, അതായത് ആറ്റം എന്തായിരിക്കും അതിന്റെ ന്യൂക്ലിയസുമായിട്ടുള്ള ഇന്ററാക്ഷൻ. ദെൻ അപ്പോൾ ഒരു ആറ്റത്തിന്റെ അകത്ത് ഇലക്ട്രോൺസിന്റെ, അതേപോലെ തന്നെ എന്താണ് ന്യൂക്ലിയസുമായിട്ടുള്ള ഇന്ററാക്ഷനും ഇരിക്കുന്നത് ഈ സബ് അറ്റോമിക് സ്ട്രക്ചറിൽ വരുന്ന. ആറ്റോമിക് ലെവലിൽ പറയുമ്പോൾ അങ്ങനെ ആയിരിക്കും, ആറ്റത്തിന്റെ അതുപോലെ തന്നെ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ് ആയിരിക്കും വരുന്നത്. Notion property has deserved elaboration while in service use. All material are exposed to external stimuli that evoke some type of response. So ഇപ്പോൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ എല്ലാ മെറ്റീരിയലും എന്ത് ചെയ്യുന്നതായിരിക്കും, എക്സ്റ്റേണൽ സ്റ്റിമുലിക്ക് അനുസരിച്ച് എന്തിട്ടായിരിക്കും ഒരു റെസ്പോൺസ് വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലിവിങ് ഓർഗാനിസം ആണ് എന്ത് ചെയ്യുന്നത്, റെസ്പോൺസ് ടു സ്റ്റിമുലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് അതിന്റെ ലിവിങ് ഓർഗാനിസത്തിന്റെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ ഏതൊരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാലും ഒന്നുണ്ടായിരിക്കും ഡിഫറെന്റ് സ്റ്റിമുലീസ്. ഓക്കെ, ഡിഫറെന്റ് സ്റ്റിമുലസിനനുസരിച്ച് എന്തായിരിക്കും നമുക്ക് ഒരു റെസ്പോൺസ് വരും. സോ ഇപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് ഒരു പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ സ്പെസിമെൻ സബ്ജക്ട് ടു ഫോഴ്സ് വിൽ എക്സ്പീരിയൻസ് ഡിഫോർമേഷൻ ഓർ എ പോളിഷ്ഡ് മെറ്റീരിയൽ സർഫസ് വിൽ റിഫ്ലക്ട് ലൈറ്റ്. അപ്പോൾ എന്താണ് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ എന്തുണ്ടായിരിക്കും അതിനകത്ത് സ്ട്രെസ് ഫോം ചെയ്യും. സോ ഇപ്പോൾ മെറ്റീരിയൽ എന്ത് ചെയ്യും, ഡിഫോം ചെയ്യും. ദെൻ അടുത്തത് പോളിഷ്ഡ് മെറ്റൽ സർഫസ് വിൽ റിഫ്ലക്ട് ലൈറ്റ്. അതേപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഒരു മെറ്റൽ സർഫസ് പോളിഷ്ഡ് ആണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യും, അത് റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഇതെന്താണ് ജസ്റ്റ് എക്സാമ്പിൾ ജസ്റ്റ് പറയുന്നതാണ്. ഇപ്പോൾ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ ജസ്റ്റ് കൊടുത്തിട്ടുള്ളത്. എ പ്രോപ്പർട്ടി ഈസ് എ മെറ്റീരിയൽ ട്രൈറ്റ് ഇൻ ടേംസ് ഓഫ് കൈൻഡ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് റെസ്പോൺസ് ടു സ്പെസിഫൈഡ് ഇമ്പോസ്ഡ് സ്റ്റിമുലസ്. ജനറലി ഡെഫിനേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ആർ മെയ്ഡ് ഇൻഡിപെൻഡന്റ് ഓഫ് മെറ്റീരിയൽ ഷേപ്പ് ആൻഡ് സൈസ്. സോ ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഓരോ മെറ്റീരിയലിന്റെയും എന്താ ഓരോ ട്രൈറ്റ് ആണെന്ന് നമുക്ക് പറയാം. സോ ഇപ്പോൾ ഒരു
എല്ലാ മെറ്റീരിയലും എന്തായിരിക്കില്ല, ഒരേപോലെ ആയിരിക്കില്ല എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഈ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസിനനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് വരുന്നത്. ഓക്കെ, അപ്പം അത് ഈ ഒരു പ്രോപ്പർട്ടീസ് എന്താണ്, ഇൻഡിപെൻഡന്റ് ഓഫ് മെറ്റീരിയൽ ടൈപ്പ്. പ്രോപ്പർട്ടീസ് എന്തായിരിക്കും, നമുക്ക് ആ ഒരു മെറ്റീരിയലിന്റെ ഷേപ്പിനോ സൈസിനോ എന്തായിരിക്കില്ല, ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല. ഓക്കെ, നമുക്ക് ഏതൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട് നോക്കാം. കുറച്ച് ഓൾ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് മെറ്റീരിയൽ മേ ബി ഗ്രൂപ്പ്ഡ് ഇൻടു 6 ഡിഫറെന്റ് കാറ്റഗറീസ്. അപ്പോൾ സോളിഡ് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 6 ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ദെൻ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, തെർമൽ പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഡിറ്റീരിയോറേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ അതിൽ ഓരോ പ്രോപ്പർട്ടീസ് എന്താ നോക്കാം. സോ ഇപ്പോൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടി റിലേറ്റ് ടു ഡിഫോർമേഷൻ ഓഫ് എൻ അപ്ലൈഡ് ലോഡ് ഓർ ഫോഴ്സ്. അപ്പോൾ ഈ ഓരോ പ്രോപ്പർട്ടീസ് എന്താണ്, എക്സ്റ്റേണൽ സ്റ്റിമുലസ്, അതായത് എക്സ്റ്റേണൽ സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഡിഫറെന്റ് പ്രോപ്പർട്ടീസിന് ഡിഫറെന്റ് റെസ്പോൺസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഓരോ മെറ്റീരിയലിന്റെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് വരുന്ന റെസ്പോൺസ് നോക്കാം. അപ്പോൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിലേറ്റ് ടു ഡിഫോർമേഷൻ ടു എൻ അപ്ലൈഡ് ലോഡ് ഓർ ഫോഴ്സ്. അതെന്താണ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ റിലേഷൻ ടു ദാറ്റ് ഫോഴ്സ് ഓർ അപ്ലൈഡ് ലോഡ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ലോഡിനനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അതിൽ ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ എക്സാമ്പിൾ ഇൻക്ലൂഡ് ഇലാസ്റ്റിക് മോഡുലസ്, സ്റ്റിഫ്നെസ് ഓഫ് മെറ്റീരിയൽ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആൻഡ് ടഫ്നെസ് ഓഫ് മെറ്റീരിയൽ നമുക്ക് പറയാം. ഇപ്പോൾ ഇതിലൊക്കെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത്. ഓക്കെ, then electrical properties such as electrical conductivity and dielectric constant, the stimulus seen as an ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിന്റെ കേസിൽ ഇലക്ട്രിക്കൽ ഫീൽഡ് ആണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ എന്താണ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ദെൻ ഡയലക്ട്രിക് കോൺസ്റ്റന്റ്, ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നത്. ദെൻ thermal behavior of solids can be represented in terms of heat capacity and thermal conductivity. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി അതുപോലെ തന്നെ തെർമൽ കണ്ടക്ടിവിറ്റി ആണ് എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു തെർമൽ സ്റ്റിമുലസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്ന തെർമൽ പ്രോപ്പർട്ടി ഓഫ് സോളിഡ് നമുക്ക് പറയാം. സോ ഇപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റോർ ചെയ്യാനുള്ള ഹീറ്റ് എനർജി സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റി. ദെൻ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഹീറ്റ് എനർജി കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി നമുക്ക് പറയാം. ദെൻ വരുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്, ഡെമോൺസ്ട്രേറ്റ് റെസ്പോൺസ് ഓഫ് എ മെറ്റീരിയൽ ടു ദ ആപ്ലിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും സ്റ്റിമുലസ് എന്ന് പറയുന്നത്, ഹീറ്റ് എനർജി ആയിരിക്കും. ദെൻ ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഡെമോൺസ്ട്രേറ്റ് ദ റെസ്പോൺസ് ഓഫ് എ മെറ്റീരിയൽ ടു ദ ആപ്ലിക്കേഷൻ ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ കാണിക്കുന്ന എന്തായിരിക്കും പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ റെസ്പോൺസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ദെൻ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, സ്റ്റിമുലസ് ഇസ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് ഓർ ലൈറ്റ് റേഡിയേഷൻ, ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് റിഫ്ലാക്ടിവിറ്റി ആർ റെപ്രസെൻറ്റേറ്റീവ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ലൈറ്റ് റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും എക്സ്റ്റേണൽ സ്റ്റിമുലി വരുന്നത്. അതെന്ത് ചെയ്യും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതുപോലെ തന്നെ റിഫ്ലക്ടിവിറ്റി ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയും. ദെൻ deteriorative characteristics relate to the chemical reactivity of material. So ഇപ്പോൾ ഡിഫറെന്റ് എക്സ്റ്റേണൽ സ്റ്റിമുലസിന് അനുസരിച്ച് എന്താണ് ഓരോ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കിയപ്പോൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, ദെൻ തെർമൽ പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, ലാസ്റ്റ് ഡിറ്റീരിയോറേറ്റീവ് പ്രോപ്പർട്ടീസ്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു സോളിഡിന് വരുന്ന ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് വരുന്നത്. പിന്നെ അതിന് എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഏതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഏതൊക്കെ ആയിരുന്നു, എക്സ്റ്റേണലി അപ്ലൈഡ് ലോഡ് അല്ലെങ്കിൽ അപ്ലൈഡ് ലോഡ് പറയാം, അല്ലെങ്കിൽ ഫോഴ്സ് പറയാം. ദെൻ അതിനനുസരിച്ച് എന്തായിരിക്കും സ്റ്റിഫ്നെസ്, സ്ട്രെങ്ത്, ടഫ്നെസ് ഒക്കെ എന്ത് ചെയ്യും മെക്കാനിക്കലി കാണിക്കും. ദെൻ
ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഡയലക്ട്രിക് കോൺസ്റ്റന്റ്, അവിടുത്തെ എക്സ്റ്റേണൽ സ്റ്റിമുലി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ദെൻ തെർമൽ ബിഹേവിയർ, അപ്പോൾ അവിടെ എന്തായിരിക്കും ഹീറ്റ് കപ്പാസിറ്റി, അതുപോലെ തന്നെ തെർമൽ കണ്ടക്ടിവിറ്റി. ദെൻ അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അപ്പോൾ അവിടുത്തെ എക്സ്റ്റേണൽ സ്റ്റിമുലി പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ദെൻ ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ലൈറ്റ് റേഡിയേഷൻ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ദെൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതുപോലെ റിഫ്ലക്റ്റിവിറ്റി ഒക്കെയാണ് അവിടുത്തെ ഓപ്റ്റിക്കൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. ദെൻ കെമിക്കൽ റിയാക്ടിവിറ്റി ആണ് ഡിറ്റോറേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് പറയുന്നത്. അടുത്ത് ഇൻ അഡീഷൻ ടു സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ്, ടു other important components are involved in the science and engineering of materials, namely processing and performance. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, ഇപ്പോൾ ഒരു മെറ്റീരിയലിന് പ്രോപ്പർട്ടീസ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും എക്സ്റ്റേണൽ സ്റ്റിമുലസിനനുസരിച്ച് എന്ത് ചെയ്യുന്നത് ഒരു മെറ്റീരിയൽ എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്താണ് സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ സ്ട്രക്ചറിനനുസരിച്ചായിരിക്കും എന്ത് ഓരോ മെറ്റീരിയലിൻ്റെ ബിഹേവിയർ വരുന്നത്. ദെൻ അതിനെന്താണ് ഡിഫറെൻറ്റ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇനി അതല്ലാതെ തന്നെ two other important components are involved in science and engineering of materials, namely processing and performance. അപ്പോൾ അടുത്ത രണ്ട് കേസാണ് ഇത് പ്രോസസ്സിങ്. അപ്പോൾ ഒരു മെറ്റീരിയൽ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസ് അത് നോക്കാം. വിത്ത് റിഗാർഡ് ടു റിലേഷൻഷിപ്പ് ഓഫ് ദീസ് ഫോർ കോമ്പണൻറ്റ്, ദ സ്ട്രക്ചർ ഓഫ് എ മെറ്റീരിയൽ വിൽ ഡിപ്പെൻഡ് ഓൺ ഹൗ ഇറ്റ് ഈസ് പ്രോസസ്ഡ്. ഫർദർ എ മെറ്റീരിയൽ പെർഫോമൻസ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽ വിൽ ഡിപ്പെൻഡ് ഓൺ ഹൗ ഇറ്റ് ഈസ് പ്രോസസ്ഡ്. അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, അതെങ്ങനെ പ്രോസസ്സ് ചെയ്തു എന്നുള്ളതിനനുസരിച്ചായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. നമുക്ക് എക്സാമ്പിൾ കാണാം. പിന്നെ അടുത്തത് അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മൾ ഓരോ മെറ്റീരിയൽസും ചൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസിന് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് അവൈലബിൾ, അതായത് ഇത്രയും 6 ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് 6 ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും സോളിഡ് മെറ്റീരിയൽസിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. നമുക്ക് എന്തായിരിക്കും ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താവും ഇതിൽ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ എന്തായിരിക്കും ഇതിൽ എല്ലാ പ്രോപ്പർട്ടീസും എന്തായിരിക്കില്ല അവൈലബിൾ ആയിരിക്കില്ല. സോ ഇപ്പോൾ ഒരു പെർഫോമൻസ്, ഒരു മെറ്റീരിയലിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അതിന് പെർഫോമൻസ് എന്ന് പറയുന്നത്. ദ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രോസസ്സിംഗ്, സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് പെർഫോമൻസ് is depicted in the schematic. So ഇപ്പോൾ പ്രോസസ്സിങ്ങിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഓരോ മെറ്റീരിയലിനും അതിൻ്റെ സ്ട്രക്ചർ ലഭിക്കുന്നത്. ദെൻ ഈ ഒരു സ്ട്രക്ചറിൻ്റെ റിലേഷൻഷിപ്പ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിസൈഡ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു പ്രോപ്പർട്ടീസിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത് ചെയ്യുന്നത് അവർ തമ്മിലുള്ള ഒരു റിലേഷൻ വരുന്നത്. സോ ഇപ്പോൾ മെറ്റീരിയൽ, അതായത് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എന്തായിരിക്കും അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്കത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കില്ല അതിൻ്റെ ഓർ ഫോമിലായിരിക്കും എന്ത് ചെയ്യുന്നത് മെറ്റൽ അവൈലബിൾ ആയിരിക്കും. നമ്മൾ അതിനെ ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് അവൈലബിൾ, അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. സോ ഇപ്പോൾ ആ ഒരു സ്ട്രക്ചർ എന്തായിരിക്കും അതിൻ്റെ പ്രോസസ്സിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് ചെയ്യുന്നത് ഒരു മെറ്റീരിയലിന്റെ സ്ട്രക്ചർ വരുന്നത്. ദെൻ സ്ട്രക്ചറിന്റെ ഇന്റർ റിലേഷൻഷിപ്പ് അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത് അതിന്റെ പ്രോപ്പർട്ടീസ് വരുന്നത്, ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. ദെൻ സ്ട്രക്ചർ തന്നെ രണ്ട് കേസിൽ നമ്മൾ കണ്ടു, അറ്റോമിക് ലെവലും അതേപോലെ തന്നെ എന്താണ് സബ് അറ്റോമിക് ലെവലിലും. ദെൻ അടുത്തത് സോ ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീസ്, ഇപ്പോൾ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് വരുന്നത് നമ്മൾ പറഞ്ഞു സോളിഡ് മെറ്റീരിയൽസിന്. സോ ഇപ്പോൾ ആ ഒരു പ്രോപ്പർട്ടീസിന്റെ ഫംഗ്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. വി ഡ്രോ അറ്റൻഷൻ ടു റിലേഷൻഷിപ്പ് among these four components in terms of the design, production and utilization of materials. So ഇപ്പോൾ ഇതിൽ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. 3 thin disc has been placed over some printed matter. അപ്പോൾ എന്താണ് ഒരു പ്രിന്റഡ് മാറ്ററിന്റെ മേലെ എന്ത് ചെയ്തിട്ടുണ്ട് 3 ഡിസ്ക് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ദ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 മെറ്റീരിയൽസ് ആർ ഡിഫറെന്റ്. അപ്പോൾ ഇതിൽ 3ന്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ് ഡിഫറെന്റ് ആണ്. ഇപ്പോൾ ഇതിൽ ലെഫ്റ്റ് നോക്കുക. On the left is a transparent, virtually all the reflected light passes through it. അപ്പോൾ എന്താണ് ഇപ്പോൾ ആ ഒരു പ്രിന്റഡ് ഷീറ്റിൽ വന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ലൈറ്റ്സ് ഒക്കെ എന്താണ് ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആണ് ഈ ഒരു ലെഫ്റ്റിൽ വെച്ചിട്ടുള്ള ഈ ഒരു ഡിസ്കിൽ. ദെൻ ഡിസ്ക് ഇൻ സെൻറ്റർ ആൻഡ് ദ റൈറ്റ് ആർ റെസ്പെക്റ്റീവ്ലി ട്രാൻസ്ക്ലുവൻറ്റ് ആൻഡ് ഒപ്പേക്ക്. അപ്പോൾ ഇതിൽ
ഇതെന്താണ്, ഇത് ട്രാൻസ്പ്ലുവൻ്റ് ആണ്, ഇത് ഒപ്പേക്കാണ്. അപ്പോൾ ഇതിൽ കുറച്ച് വിസിബിൾ ആണ് ഈ ഒരു സെൻറ്ററിൽ വെച്ചിട്ടുള്ള ഡിസ്കിനകത്ത്. ബട്ട് ഈ ഒരു റൈറ്റ് മോസ്റ്റ് ഡിസ്കിനകത്ത് എന്താണ്, ഒട്ടും വിസിബിൾ അല്ല. അതിനെ ഒപ്പാക് എന്ന് പറയാൻ തന്നെ ഇതിനെ ട്രാൻസ്പ്ലൻ എന്ന് പറയുന്നത്. ഇതെന്താണ്, ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. ഓൾ ഓഫ് ദീസ് സ്പെസിമെൻ ആർ ഓഫ് സെയിം മെറ്റീരിയൽ. ഒക്കെ എന്താണ്, അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാം അതായത് സെയിം മെറ്റീരിയലാണ് എന്ത് ചെയ്യുന്നത്, ഈ 3 സ്പെസിമെനും വരുന്നത്. സോ ഇപ്പോൾ അലുമിനിയം ഓക്സൈഡ് ആണ് വരുന്നത്. ബട്ട് ലെഫ്റ്റ് മോസ്റ്റ് വൺ we can call it a single crystal that has a high degree of perfection which gives rise to its transparency. ഇപ്പോൾ അതിൻ്റെ അതായത് നമ്മൾ ഈ ഒരു റിലേഷൻ ഇവിടെ പ്രോസസ്സിങ്, സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് പെർഫോമൻസ്, ഈ ഒരു റിലേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ വെച്ച് ഇവിടെ പറയുന്നത്. സോ ഇപ്പോൾ അത് 3 എന്താണ്, അലുമിനിയം ഓക്സൈഡ് ആണ് ആ 3 ഡിസ്കും വരുന്നത്. ഓക്കെ, ബട്ട് ദ ലെഫ്റ്റ് മോസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, അതൊരു സിംഗിൾ ക്രിസ്റ്റൽ ആണ്. ഓക്കെ, സോ ഇപ്പോൾ അതിനെന്താണ്, സിംഗിൾ ക്രിസ്റ്റൽ ആയതുകൊണ്ടാണ് അതിനെന്ത് ഹൈ ഡിഗ്രി ഓഫ് പെർഫെക്ഷൻ, അല്ലെങ്കിൽ ഈ ഒരു ഹൈ ഡിഗ്രി ഓഫ് പെർഫെക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, അതിന് ട്രാൻസ്പെറൻസി കൊടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ആ ഒരു ലെഫ്റ്റ് മോസ്റ്റ് ഡിസ്ക് ട്രാൻസ്പെറന്റ് ആണ്. ദാറ്റ് സെന്റർ വൺ ഈസ് കമ്പോസ്ഡ് ഓഫ് ന്യൂമറസ് ആൻഡ് വെരി സ്മോൾ സിംഗിൾ ക്രിസ്റ്റൽ ദാറ്റ് ആർ ഓൾ കണക്റ്റഡ്. അപ്പോൾ എന്താണ്, ഈ ഒരു സിംഗിൾ ക്രിസ്റ്റൽ കൊണ്ടും അതേപോലെ തന്നെ എന്താണ് നമ്പർ ഓഫ് സ്മോൾ സിംഗിൾ ക്രിസ്റ്റൽ കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു സെന്റർ മോസ്റ്റ് വൺ കമ്പോസ് ചെയ്തിട്ടുള്ളത്. The boundaries between these small crystals scattered or a portion of light reflect from the printed page which make it optically translucent. So എന്താണ്, ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, the boundaries between these small crystals scatter a portion of light reflect from the printed page. അപ്പോൾ ആ ഒരു പ്രിന്റഡ് പേജിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ റിഫ്ലക്ഷൻ എന്ത് ചെയ്യും, ഈ സ്മോൾ ക്രിസ്റ്റൽസിന്റെ ബൗണ്ടറീസ് എന്ത് ചെയ്യും, സ്കാറ്റർ ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഒപ്റ്റിക്കലി ട്രാൻസ്പ്ലുവൻ്റ് ആയിട്ടുള്ളത്. Then finally specimen on right composed not only of many small interconnected crystals but also a large number of very small pores and void spaces. അപ്പോൾ എന്താണ്, അതിൽ സ്മോൾ ക്രിസ്റ്റൽസ് മാത്രമല്ല എന്തുകൂടി ഉണ്ട്, സ്പോസും വോയിഡ് സ്പേസസും ഉണ്ട്. ഓക്കെ, ഈ ഒരു സ്പോസും വോയിഡ് സ്പേസസും എന്ത് ചെയ്യും, സ്കാറ്റർ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആൻഡ് റണ്ടർ ദിസ് മെറ്റീരിയൽ ഒപ്പാക്. അപ്പോൾ ഈ ഒരു പോസും അതേപോലെ തന്നെ എന്താണ് വോയിഡ് സ്പേസസും കാരണമാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു മൂന്നാമത്തെ റൈറ്റ് മോസ്റ്റ് ഡിസ്ക് എന്തായിട്ടുള്ളത്, ഒപ്പാക്കായി മാറിയിട്ടുള്ളത്. The structure of these 3 specimens are different in terms of crystal boundaries and pores which affect the optical transmittance properties. അപ്പോൾ എന്താണ്, സ്ട്രക്ചർ, ഈ 3 സ്ട്രക്ചർസ് ഡിഫറെൻ്റ് ആണ്. അതായത് മെറ്റീരിയൽ സെയിം ആണ്, അലുമിനിയം ഓക്സൈഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് അത്, ബട്ട് എന്താണ് അതിൻ്റെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, in terms of crystal boundaries and pores which affect the optical transmittance properties. അപ്പോൾ അതിൻ്റെ ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റൻസ് പ്രോപ്പർട്ടീസിനെ, അതായത് നമുക്കതിൻ്റെ പെർഫോമൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്, ഈ ഒരു സ്ട്രക്ചറാണ്. ഫർദർ each material was produced using different processing technique and of course if optical transmittance is an important parameter relative to ultimate in service application, the performance of each material will be different. അതാണ് ഇതിൽ ഡിഫറെൻറ്റ് പ്രോസസ്സിങ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ മെറ്റീരിയലും പ്രോസസ്സ് ചെയ്തെടുത്തിട്ടുള്ളത്. മെനി അപ്ലൈഡ് സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ വെദർ മെക്കാനിക്കൽ, സിവിൽ, കെമിക്കൽ ഓർ ഇലക്ട്രിക്കൽ വിൽ അറ്റ് വൺ ടൈം ഓർ അനദർ ബി എക്സ്പോസ് ടു എ ഡിസൈൻ പ്രോബ്ലം ഇൻവോൾവിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ ഏത് ഫീൽഡിലുള്ള എഞ്ചിനീയേഴ്സ് എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു മെറ്റീരിയൽ ഡിസൈനിൽ ഇൻവോൾവ് ചെയ്യേണ്ടി വരും. ഈ എക്സാമ്പിൾ മൈറ്റ് ഇൻക്ലൂഡ് ട്രാൻസ്മിഷൻ ഗിയർ, സൂപ്പർ സ്ട്രക്ചർ ഫോർ എ ബിൽഡിംഗ്, ഓയിൽ റിഫൈനറി കമ്പോണൻറ്റ് ഓർ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ്. അപ്പോൾ ഡിഫറെൻറ്റ് ഫീൽഡിലുള്ള എഞ്ചിനീയേഴ്സ് എന്ത് ചെയ്യേണ്ടി വരുന്നത്, ഈ ഒരു മെറ്റീരിയൽ ഡിസൈൻ ഡിഫറെൻറ്റ് ഫീൽഡിൽ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ ആയിരിക്കും ചെയ്യുന്നത് ഓരോ മെറ്റീരിയൽസും വരുന്നത്. സോ ഇപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് ചിപ്പ് വരുന്നത് എവിടെയായിരിക്കും, ഒരു ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലായിരിക്കും. ദെൻ ഒരു റിഫൈനറി കമ്പോണൻറ്റ് വരുന്നത് എവിടെയായിരിക്കും, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡായിരിക്കും. ദെൻ ട്രാൻസ്മിഷൻ ഗിയർ വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലായിരിക്കും. ദെൻ സൂപ്പർ സ്ട്രക്ചർ ഓഫ് ബിൽഡിംഗ് വരുന്നത് എവിടെയായിരിക്കും, ഒരു സിവിൽ ഫീൽഡിലായിരിക്കും. സോ ഇപ്പോൾ ഡിഫറെൻറ്റ് ഫീൽഡിൽ എന്തുണ്ടായിരിക്കും എഞ്ചിനീയേഴ്സ് ഈ ഒരു മെറ്റീരിയൽ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്യേണ്ടി വരുന്ന
സിറ്റുവേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് എക്സാമ്പിൾ പോലെ കൊടുത്തിട്ടുള്ളത്. ഓഫ് കോഴ്സ് മെറ്റീരിയൽ സയന്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആർ സ്പെഷ്യലിസ്റ്റ് ഹു ആർ tally involved in the investigation and design materials. Many times a material problem is one of selecting the right material from thousands of that are available. The final decision is normally based on several criteria. അപ്പോൾ നമുക്ക് ഈ ലോകത്ത് എന്താണ് ഇപ്പോൾ ഒരു പീരിയോഡിക് ടേബിളിൽ തന്നെ ഡിഫറെൻറ്റ് എലമെന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അവരുടെ ഒരു കോമ്പിനേഷൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, എല്ലാ എലമെന്റ്സും നമുക്ക് അല്ലെങ്കിൽ എല്ലാ മെറ്റീരിയൽസും നമുക്ക് പറയാം. സോ അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള, അതായത് നമുക്ക് ആ വേണ്ടുന്ന പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ അത് ഏതൊക്കെ ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ദ ഇൻ സർവീസ് കണ്ടീഷൻ മസ്റ്റ് ബി ക്യാരക്ടറൈസ്ഡ് ഫോർ ദീസ് വിൽ ഡിക്റ്റേറ്റ് ദ പ്രോപ്പർട്ടീസ് റിക്വയർഡ് ഓഫ് ദ മെറ്റീരിയൽ. അതാണ് ഒന്ന്, ഇൻ സർവീസ് കണ്ടീഷൻ ആണ്. സോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മസ്റ്റ് ബി ക്യാരക്ടറൈസ്ഡ് ഫോർ ദീസ് വിൽ ഡിക്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് റിക്വയർഡ് മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യേണ്ടി വരും, ഡിക്റ്റേറ്റ് ചെയ്യേണ്ടി വരും. ഓൺലി റയർ ഒക്കേഷൻ ഡസ് മെറ്റീരിയൽ പ്രോസസ് മാക്സിമം ഓർ ഐഡിയൽ കോമ്പിനേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ദാറ്റ് ഇറ്റ് മേ നെസസറി ടു ട്രേഡ് വൺ ക്യാരക്ടറിസ്റ്റിക് ഫോർ അനദർ. അതാണ് നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടി എന്തായിരിക്കും, എന്തില്ല, ഒരു മെറ്റീരിയലിനകത്ത് കംപ്ലീറ്റ്ലി എന്തായിരിക്കില്ല, അവൈലബിൾ ആയിരിക്കില്ല. സോ അപ്പോൾ അതേപോലെ തന്നെ എന്താണ്, നമുക്ക് ആവശ്യമില്ലാത്ത ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മുടെ സർവീസ് കണ്ടീഷനെ എഫക്ട് ചെയ്യുന്ന, ഡിഫക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന എന്തായിരിക്കും, ഒരു പ്രോപ്പർട്ടി എന്തായിരിക്കും, ചിലപ്പോൾ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ അതേപോലെ തന്നെ നമുക്ക് 100% അവൈലബിലിറ്റി എന്തായിരിക്കില്ല, എല്ലാ പ്രോപ്പർട്ടി ഒറ്റ സിംഗിൾ മെറ്റീരിയൽ നമുക്ക് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കില്ല. സോ യു ഹാവ് ടു ട്രേഡ് വൺ ക്യാരക്ടർ ഫോർ അതർ. ദ ക്ലാസിക് എക്സാമ്പിൾ ഇൻവോൾവ് സ്ട്രെങ്ത് ആൻഡ് ഡക്റ്റിലിറ്റി. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നോർമലി എ മെറ്റീരിയൽ ഹാവിങ് എ ഹൈ സ്ട്രെങ്ത് വിൽ ഹാവ് ഓൺലി എ ലിമിറ്റഡ് ഡക്റ്റിലിറ്റി. ഇപ്പോൾ ഒരു ഹൈ സ്ട്രെങ്ത് മെറ്റീരിയൽ എന്തായിരിക്കും, ഡക്റ്റിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ഇൻ സച്ച് കേസ് റീസണബിൾ കോംപ്രമൈസ് ബിറ്റ്വീൻ ടു ഓർ മോർ പ്രോപ്പർട്ടീസ് മേ ബി നെസസറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അതിലധികമോ പ്രോപ്പർട്ടീസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വി ഹാവ് ടു കോംപ്രമൈസ് അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അടുത്തത് സെക്കൻഡ്, സെലക്ഷൻ കൺസിഡറേഷൻ ഈസ് എനി ഡിറ്റീരിയറേഷൻ ഓഫ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ദാറ്റ് മേ ഒക്കർ ഡ്യൂറിംഗ് സർവീസ് ഓപ്പറേഷൻ. ഫോർ എക്സാമ്പിൾ, significant reduction in mechanical strength may result from exposure to elevated temperature or corrosive environment. അപ്പോൾ അടുത്ത കേസ്, നമ്മളൊരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ വേണ്ടുന്ന സെക്കൻഡ് കൺസിഡറേഷൻ ആണ് പറയുന്നത് എന്താണ്, ഡിറ്റീരിയേറ്റ്. അപ്പോൾ മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൽ വരുന്ന ഡിറ്റീരിയേഷൻ അറ്റ് ദ ടൈം ഓഫ് സർവീസ് ഓപ്പറേഷൻ. അപ്പോൾ ഒരു മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, അതിന്റെ പ്രോപ്പർട്ടീസിനകത്ത് വരുന്ന ഡിറ്റീരിയേഷൻ. സോ എക്സാമ്പിൾ നോക്കാം. സിഗ്നിഫിക്കന്റ് റിഡക്ഷൻ ഇൻ മെക്കാനിക്കൽ സ്ട്രെങ്ത് മേ റിസൾട്ട് ഫ്രം എക്സ്പോഷർ ടു എലിവേറ്റഡ് ടെമ്പറേച്ചർ ഓർ കൊറോസീവ് എൻവയോൺമെന്റ്. അപ്പോൾ കൊറോസീവ് എൻവയോൺമെന്റിൽ ഒരു ഇരുമ്പ് എന്താ ഇത് കൊറോസ് ചെയ്തെന്ന് വിചാരിക്കുമ്പോൾ എന്തായിരിക്കും, അതിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും, സ്ട്രെങ്ത് ലോസ് ആയിപ്പോൾ. അതേപോലെ തന്നെ എന്താണ്, ഇപ്പോൾ അറ്റ് എലിവേറ്റഡ് ടെമ്പറേച്ചർ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു മെറ്റലൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിനെ സോഫ്റ്റും ചെയ്യണം. അപ്പോൾ അതല്ല, ഇപ്പോൾ നമുക്ക് ഹൈ സ്ട്രെങ്ത് ആണ് അവൈലബിൾ നീഡ്, പക്ഷെ എന്താണ്, എലിവേറ്റഡ് ടെമ്പറേച്ചറിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ഒരു മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് നഷ്ടപ്പെട്ടു പോകും. While probably the overriding consideration that is of economics that will be finished the product cost. പിന്നെ അടുത്തൊരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് എക്കണോമിക് കൺസിഡറേഷൻ ആണ്. അപ്പോൾ ഓരോ ഡിസൈൻ കൺസിഡറേഷൻ ഏതൊക്കെ വേണ്ടതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് എന്താണ്, പ്രോപ്പർട്ടീസ് ആണ്. ദെൻ ഡിറ്റീരിയറേഷൻ കണ്ടീഷൻ. ദെൻ അടുത്തത് എക്കണോമിക്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ എക്കണോമിക് കൺസിഡറേഷൻ ആണ് വേണ്ടത്. ഈ മെറ്റീരിയൽ മേ ബി ഫൗണ്ട് ദാറ്റ് ഐഡിയൽ സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ബട്ട് പ്രൊഹിബിറ്റീവ്ലി എക്സ്പെൻസീവ്. അപ്പോൾ എന്താണ് ഐഡിയൽ, അതായത് നമുക്ക് വേണ്ടുന്ന പ്രോപ്പർട്ടീസ് എല്ലാം ഉള്ള ഒരു ഐഡിയൽ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ്, പക്ഷെ എന്തായിരിക്കും, എക്സ്പെൻസീവ് ആയിരിക്കും. അഗെയിൻസ്റ്റ് സം കോംപ്രമൈസ് ഈസ് ഇന്നെവിറ്റബിൾ. ദ കോസ്റ്റ് ഓഫ് എ ഫിനിഷ്ഡ് പീസ് ഓൾസോ ഇൻക്ലൂഡ് എനി എക്സ്പെൻസ് ഇൻകേർഡ് ഡ്യൂറിംഗ് ഫാബ്രിക്കേഷൻ ടു പ്രൊഡ്യൂസ് ദി ഡിസൈർഡ് ഷേപ്പ്. അതേപോലെ തന്നെ ഈ ഒരു എക്സ്പെൻസിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, ഇപ്പോൾ അതിൻ്റെ ഫിനിഷ്ഡ് പീസ് ഓഫ് പ്രോഡക്റ്റിനകത്ത് എന്തായിരിക്കും, അതിൻ്റെ ഫാബ്രിക്കേഷൻ കോസ്റ്റ്, അതുപോലെ തന്നെ എന്താണ്, നമുക്കൊരു മെറ്റീരിയൽ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, യു ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് വേരിയസ് ക്യാരക്ടറിസ്റ്റിക് ആൻഡ് സ്ട്രക്ചർ പ്രോപ്പർട്ടി റിലേഷൻഷിപ്പ്. അപ്പോൾ പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കും, സ്ട്രക്ചറിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ റിലേറ്റഡ് ടു ദ സ്ട്രക്ചർ ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്, പ്രോസസ്സിങ്. ഓക്കെ, സോ ഇപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി പ്രോസസ്സിങ് ടെക്നിക്.
ദ മോർ പ്രൊഫഷണൽ ആൻഡ് കോൺഫിഡൻറ്റ് യുവർ ഷിൽ മേക്കിംഗ് ദ ജൂഡിയസ് മെറ്റീരിയൽ ചോയ്സ് ബേസ്ഡ് ഓൺ ദീസ് ക്രൈറ്റീരിയ. അപ്പോൾ ഏത് രീതിയിലാണ് പ്രോസസ്സ് ചെയ്തെടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ മെറ്റീരിയലിന്റെ സ്ട്രക്ചറൊക്കെ ഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്യാൻ പറ്റും. ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്. ഇനി നമുക്ക് എന്താണ് ഇപ്പോൾ ഇത് മെറ്റീരിയൽ എന്താണ്, അതുപോലെ തന്നെ എന്താണ് മെറ്റീരിയൽ എങ്ങനെ ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മെറ്റീരിയൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, പ്രോപ്പർട്ടീസിന്റെ ഒക്കെ റിലേഷൻ നമ്മൾ പറഞ്ഞു. വേണ്ടത് നമുക്ക് എന്താണ് മെറ്റീരിയലിന്റെ ക്ലാസിഫിക്കേഷൻ. ഇനി ഏതൊക്കെ ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട് നമുക്ക് നോക്കാം. സോ സോളിഡ് മെറ്റീരിയൽസ് have been conveniently grouped into 3 basic categories. അപ്പോൾ മെറ്റൽസ്, സെറാമിക്സ്, പോളിമേഴ്സ്, ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് സോളിഡ് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദ സ്കീം ഈസ് ബേസ്ഡ് പ്രൈമർലി ഓൺ കെമിക്കൽ മേക്കപ്പ് ആൻഡ് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് ദ മോസ്റ്റ് മെറ്റീരിയൽ ഫോൾ ഇൻ ടു വൺ ഡിസ്റ്റിങ്ക്ട് ഗ്രൂപ്പിംഗ് ഓർ അനദർ. ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു 3 ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, അതായത് മെറ്റൽസ്, സെറാമിക്സ്, പോളിമേഴ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, അതിന്റെ കെമിക്കൽ മേക്കപ്പ് അതുപോലെ അറ്റോമിക് സ്ട്രക്ചർ അതനുസരിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. Then in addition to there are composites. അപ്പോൾ ഈ 3 അതായത് പോളിമേഴ്സ്, സെറാമിക്സ്, അതുപോലെ തന്നെ എന്താണ് മെറ്റൽസ് അല്ലാതെ ഇനി വരുന്ന ഒരു കാറ്റഗറിയാണ് എന്ത് ചെയ്യുന്നത് കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. സോ കോമ്പോസിറ്റ്സ് ആർ എഞ്ചിനീയർഡ് കോമ്പിനേഷൻ ഓഫ് 2 or more different മെറ്റീരിയൽസ്. അപ്പോൾ ഇതിന്റെ പേര് പോലെ തന്നെ എന്താണ്, അതായിരിക്കും 1 or 2 അതിലധികമോ മെറ്റീരിയൽസിന്റെ കോമ്പിനേഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർഡ് കോമ്പിനേഷൻ ഓഫ് 2 or more different മെറ്റീരിയൽസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഒരു കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ദീസ് മെറ്റീരിയൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് റെപ്രസെന്റേഷൻ ടു ക്യാരക്ടറിസ്റ്റിക് ഇസ് ഓഫേർഡ് നെക്സ്റ്റ്. സോ അപ്പം വരുന്ന ഭാഗങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ ക്ലാസിഫിക്കേഷൻ കൊടുത്തു, അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ്. Another category is advanced materials, those used in high technology applications such as semiconductors, biomaterials, smart materials and nano engineered materials. അപ്പോൾ അതിൽ കോമ്പോസിറ്റ് കഴിഞ്ഞാൽ അടുത്തൊരു കാറ്റഗറി വരുന്നത് അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഹൈ ടെക്നോളജി ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സെമി കണ്ടക്ടേഴ്സ്, ദെൻ ബയോ മെറ്റീരിയൽസ്, സ്മാർട്ട് മെറ്റീരിയൽസ്, ദെൻ നാനോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ നാനോ എഞ്ചിനീയർഡ് മെറ്റീരിയൽസ്. അപ്പോൾ ഏതൊക്കെയാണ് മെറ്റൽസ് വരുന്നുണ്ട്, മെറ്റൽ, സെറാമിക്സ് ആൻഡ് പോളിമേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് സോളിഡ് മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ വരുന്നത് എന്താണ്, അപ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള എങ്ങനെയാണ് ആറ്റോമിക് സ്ട്രക്ചർ അതുപോലെ തന്നെ അതിന്റെ കെമിക്കൽ മേക്കപ്പ് നോക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ 3 തരത്തിൽ നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് കോമ്പോസിറ്റ്സ്. അപ്പോൾ അത് എഞ്ചിനീയർഡ് മെറ്റീരിയൽസ് ആണ്, അതായത് 1 or 2 അല്ലെങ്കിൽ അതിന്റെ അധികമോ ഡിഫറെന്റ് മെറ്റീരിയൽസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് വരുന്നത് എന്താണ് അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ്. അപ്പോൾ എന്താണ് ഹൈ ആൻഡ് ടെക്നോളജി ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ്. അതും നമ്മൾ എന്താണ് എഞ്ചിനീയർഡ് മെറ്റീരിയൽസ് ആണ് ഈ ഒരു അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ മെറ്റൽസ് നോക്കാം. മെറ്റീരിയൽസ് ഇൻ ദിസ് ഗ്രൂപ്പ് ആർ കമ്പോസ്ഡ് ഓഫ് 1 or more മെറ്റാലിക് എലമെന്റ്സ്. അപ്പോൾ 1 അതിലധികമോ മെറ്റാലിക് എലമെന്റ്സ്, അതുപോലെ തന്നെ എന്താണ് നോൺ മെറ്റാലിക് എലമെന്റ്സ് ഒക്കെ കൂട്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു മെറ്റൽസ് വരുന്നത് അല്ലെങ്കിൽ കമ്പോസ് ചെയ്തിട്ടുള്ളത്. സോ ഇപ്പോൾ മെറ്റാലിക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ അലുമിനിയം, കോപ്പർ, അയൺ, ടൈറ്റാനിയം, ഗോൾഡ്, നിക്കൽ ആൻഡ് ഓപ്പൺ. നോൺ മെറ്റാലിക് എലമെന്റ്സ് ആർ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, റിലേറ്റീവ്ലി സ്മോൾ എമൗണ്ട്. അപ്പോൾ ഒരു മെറ്റൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വിച്ച് ഇസ് കമ്പോസ്ഡ് ഓഫ് 1 or more മെറ്റാലിക് എലമെന്റ്സ് ആൻഡ് നോൺ മെറ്റാലിക് എലമെന്റ്സ് ഇൻ റിലേറ്റീവ്ലി സ്മോൾ എമൗണ്ട്. അപ്പോൾ നോൺ മെറ്റാലിക് എലമെന്റ്സ് എങ്ങനെയായിരിക്കും മെറ്റൽസിൽ വെരി സ്മോൾ എമൗണ്ടിലായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ആറ്റംസ് ഇൻ മെറ്റൽസ് ആൻഡ് ദെയർ അലോയ്സ് ആർ അറേഞ്ച്ഡ് ഇൻ വെരി ഓർഡർലി മാനർ ആസ് ഡിസ്കസ്ഡ്. ഇൻ കമ്പാരിസൺ ടു ദ സെറാമിക്സ് ആൻഡ് പോളിമർ ആർ റിലേറ്റീവ്ലി ഡെൻസ്. സോ ഇപ്പോൾ മെറ്റൽസിൽ അതേപോലെ തന്നെ എന്താണ് അതിന്റെ അലോയ്സിൽ എന്തായിരിക്കും ഓർഡർലി മാനറിലായിരിക്കും എന്ത് ചെയ്തത് ആറ്റംസിന്റെ അറേഞ്ച്മെന്റ് വരുന്നത് ഈ ഒരു മെറ്റൽസിലും അതുപോലെ തന്നെ അലോയ്സിനകത്തും. അപ്പോൾ ഇതെന്തായിരിക്കും ഇൻ കമ്പാരിസൺ ടു സെറാമിക്സ് ആൻഡ് പോളിമേഴ്സ് റിലേറ്റീവ്ലി ഡെൻസർ ആയിരിക്കും. ഓക്കെ, ഹൈ ഡെൻസിറ്റി ആയിരിക്കും എന്ത് ചെയ്യുന്നത് മെറ്റൽസിന് വരുന്നത് അല്ലെങ്കിൽ മെറ്റൽ അലോയ്സിന് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ഇപ്പോൾ ഇതാണ് ഫിഗർ. സോ ഇപ്പോൾ ഇതിൽ മെറ്റൽസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. സോ അപ്പോൾ അതെന്തായിരിക്കും ഇവിടെ ഡെൻസിറ്റി കൊടുത്തിട്ടുണ്ട്, gram per cm³ ആണ് എന്ത് ചെയ്യുന്നത് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. സോ അപ്പോൾ മെറ്റൽസ് ആണ് എന്ത് ചെയ്യുന്നത് ഡെൻസർ മെറ്റീരിയൽ. പിന്നെ വരുന്നത് സെറാമിക് ആണ്, പോളിമർ, കോമ്പോസിറ്റ് ഒക്കെ എന്താണ് ഒരേ ലെവൽ ഡെൻസിറ്റി ആണ് വരുന്നത്.
അപ്പോൾ ഈ ഒരു കോമ്പോസിറ്റിന്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താണ് വൈഡർ ആണ്. മെറ്റൽസ് അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡർ ആണ്. ഈ സെറാമിക്സും പോളിമറും എന്താണ് റേഞ്ച് എന്താണ് വൈഡർ അല്ല. ഓക്കെ, അപ്പോൾ ഡെൻസർ മെറ്റീരിയൽ ഏതാണ്? മെറ്റൽസ് ആണ് വരുന്നത്. മെറ്റൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത് സെറാമിക്സ് ആണ്. ദെൻ വരുന്നത് പോളിമേഴ്സ് ആണ്. കഴിഞ്ഞിട്ട് പോളിമേഴ്സും കോമ്പോസിറ്റും ആണ് വരുന്നത്. ഇനി നമുക്ക് എന്താണ് അടുത്ത മെറ്റീരിയൽ നോക്കാം. റിഗാർഡ് ടു മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക് മെറ്റീരിയൽ ആർ റിലേറ്റീവ്ലി സ്റ്റിഫ് ആൻഡ് സ്ട്രോങ് യെറ്റ് ഡക്റ്റൈൽ. സോ ഇപ്പോൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മെറ്റൽസ് തന്നെയാണ്. സോ ഇപ്പോൾ സെറാമിക്കിനനുസരിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെറാമിക്കും പോളിമറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തായിരിക്കും? റിലേറ്റീവ്ലി ഡെൻസർ ആയിരിക്കും നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ എന്താണ് വിത്ത് റിഗാർഡ് ടു മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക് ദീസ് മെറ്റീരിയൽ ആർ റിലേറ്റീവ്ലി സ്റ്റിഫ്, സ്ട്രോങ്. അതേപോലെ എന്താണ് സ്റ്റിഫർ ആണ്, അതേപോലെ തന്നെ എന്താണ് സ്ട്രോങ് ആണ്, ഡക്റ്റൈൽ ആണ്. ദെൻ റെസിസ്റ്റൻസ് ടു ഫ്രാക്ചറിന് ഫ്രാക്ചർ റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽ ആണ് എന്ത് ചെയ്യുന്നത്? മെറ്റൽസ് വരുന്നത്. അക്കൗണ്ട് ഫോർ വൈഡ് സ്പ്രെഡ് യൂസ് ഇൻ സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻ. സോ ഇപ്പം എന്താണ് നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റിഫ്നെസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ട്രെങ്ത് പറയാം. ഇവിടെ എന്താണ് ജിഗാ പാസ്കലിലാണ് കൊടുത്തിട്ടുള്ളത്. സോ അപ്പോൾ മെറ്റലാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റിഫ് മെറ്റീരിയൽ. ദെൻ സെറാമിക്കും എന്താണ് മെറ്റലിനോടൊപ്പം തന്നെ സ്റ്റിഫറാണ്. ദെൻ അടുത്തത് പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റിഫ്നെസ് എന്താണ് കുറവാണ്. ദെൻ കോമ്പോസിറ്റ് എന്ന് പറയുമ്പോഴും സെറാമിക്കും മെറ്റലിൻ്റെ ഒക്കെ പോലെ തന്നെ എന്താണ് കോമ്പോസിറ്റ്സിന് സ്റ്റിഫ്നെസ് അധികമുണ്ട്. അതിന് അടുത്തൊരു പ്രോപ്പർട്ടി നോക്കാം നമുക്ക്. ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്ട്രെങ്ത് ആണ്. അപ്പോൾ സ്ട്രെങ്ത് നോക്കുമ്പോൾ മെറ്റൽസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സ്ട്രെങ്ത് കൂടുതൽ. മെറ്റൽസും സെറാമിക്കും കോമ്പോസിറ്റ്സും ഒക്കെ എന്താണ് സ്ട്രെങ്ത്തിൽ ഹയർ ആണ്, ഹൈ സ്ട്രെങ്ത് മെറ്റീരിയൽസ് ആണ്. ദെൻ പോളിമർ നോക്കുമ്പോൾ എന്താണ് അതിന് സ്ട്രെങ്ത് കുറവാണ്. പിന്നെ അടുത്ത കേസ് നോക്കുമ്പോൾ ഇവരെ കൊടുത്തിട്ടുള്ളത് റെസിസ്റ്റൻസ് ടു ഫ്രാക്ചർ ആണ്. സോ ഇപ്പോൾ ഫ്രാക്ചർ റെസിസ്റ്റൻസ് നോക്കുമ്പോൾ മെറ്റൽസ് ആണ് ഹൈലി നിൽക്കുന്നത്. ദെൻ കോമ്പോസിറ്റ്. അടുത്തത് സെറാമിക്കും പോളിമേഴ്സും എന്താണ് ഫ്രാക്ചർ റെസിസ്റ്റൻസ് സെറാമിക്കിനും പോളിമേഴ്സിനും കുറവാണ്. ഓക്കെ, ദെൻ അടുത്ത് കൊടുത്തിട്ടുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്. അപ്പോൾ ഇതിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് സെമി കണ്ടക്ടേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് പോളിമറും സെറാമിക്കും ആണ്. കോമ്പോസിറ്റ് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസിന്റെ കോമ്പിനേഷൻ. അപ്പോൾ അതിൽ സെമി കണ്ടക്ടർ ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നോക്കുമ്പോൾ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്? മെറ്റൽസിന് തന്നെയാണ്. പിന്നെ വരുന്നത് സെമി കണ്ടക്ടേഴ്സ് എന്നാണ്. അപ്പോൾ അത് നമ്മൾ അതായത് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് മേഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സെറാമിക്കും പോളിമറിനും അങ്ങനെയായിരിക്കും വെരി ലെസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ് വരുന്നത്. പിന്നെ നമുക്ക് അടുത്ത മെറ്റീരിയൽ നോക്കാം. So metallic material have large number of non-localized electron. That is, these electron are not bound to any particular atom. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആറ്റത്തിൽ ബൗണ്ട് ചെയ്യാത്ത എന്താണ് ഒരുപാട് നോൺ ലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മെറ്റാലിക് മെറ്റീരിയൽസിനുണ്ട്. സോ മെനി പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ ആർ ഡയറക്ട്ലി അട്രിബ്യൂട്ടഡ് ടു ദീസ് ഇലക്ട്രോൺ. സോ ഇപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ഈ നോൺ ലോക്കലൈസ്ഡ് ഇലക്ട്രോൺസിന് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഒരുപാട് ഇതിന്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. സോ അപ്പോൾ മെറ്റൽസ് ആർ എക്സ്ട്രീംലി ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ എന്താണ് നമ്മൾ കണ്ടു ഡെൻസർ ആണ്, അതുപോലെ തന്നെ എന്താണ് ഹൈ സ്ട്രെങ്ത് ആണ്, അതേപോലെ തന്നെ സ്റ്റിഫ്നെസ് കൂടുതലാണ്. പിന്നെ പറയുന്നത് എന്താണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ്, തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. ആൻഡ് നോട്ട് ട്രാൻസ്പെറൻറ്റ് വിസിബിൾ ലൈറ്റ്. എ പോളിഷ്ഡ് മെറ്റൽ സർഫസ് ഹാസ് എ ലസ്ട്രസ് അപ്പിയറൻസ്. അപ്പോൾ എന്താണ് നോൺ ട്രാൻസ്പെറന്റ് ആണ്. ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് സോളിഡ് മെറ്റൽസ് വരുന്നത്. ദെൻ പോളിഷ്ഡ് മെറ്റൽ സർഫസ് ഒക്കെ എങ്ങനെ ആയിരിക്കും? ലസ്ട്രസ് അപ്പിയറൻസ് വരുന്നുണ്ടായിരിക്കും. ഇപ്പോൾ സ്റ്റീൽ നല്ല പോളിഷ്ഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിനൊരു ലസ്ട്രസ് അപ്പിയറൻസ് ഉണ്ടായിരിക്കും. ഇൻ അഡീഷൻ സം ഓഫ് ദ മെറ്റൽസ് ഹാവ് ഡിസൈറബിൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. അതേപോലെ തന്നെ എന്താണ് മെറ്റൽസിന് എന്തായിരിക്കും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും കൂടി ഉണ്ടായിരിക്കും. സെവറൽ കോമൺ ആൻഡ് ഫെമിലിയർ ഒബ്ജക്ട് ദാറ്റ് ആർ മെയ്ഡ് ഓഫ് മെറ്റാലിക് മെറ്റീരിയൽസ്. സോ ഇപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് മെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ജസ്റ്റ് നോക്കാം. സോ ഇപ്പോൾ ഇതിൽ ഒബ്ജക്ട്സ് ദാറ്റ് ആർ മെയ്ഡ് ഓഫ് മെറ്റൽസ് ആൻഡ് മെറ്റൽ അലോയ്സ് ഫ്രം
ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നോക്കുക. അപ്പോൾ അതിൽ ഫോർക്ക് നൈഫ് കൊടുത്തിട്ടുണ്ട്, ദെൻ സിസേഴ്സ് കൊടുത്തിട്ടുണ്ട്, കോയിൻസ് ആൻഡ് ഗിയേഴ്സ്, ദെൻ അടുത്തത് തൊട്ടാണ് വെൽഡിങ് റിങ്, നട്ട് ബോൾട്ട് ഒക്കെ ഇതാണ് എന്ത് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടീസിനനുസരിച്ച് എന്തൊക്കെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, ഡിറ്റീരിയേറ്റീവ് പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞു. സോ അപ്പോൾ അതിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത്, സ്റ്റിഫ്നെസ് ഇതെല്ലാം എന്തായിരിക്കും മെറ്റൽസിനായിരിക്കും എന്ത് ചെയ്യുന്നത് ഹൈ എമൗണ്ടിലുള്ളത്. ദെൻ സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനെ സ്ട്രക്ചറൽ ആപ്ലിക്കേഷനെ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് എന്താണ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആണ്, ദെൻ തെർമൽ കണ്ടക്ടർ ആണ്. പിന്നെ എന്താണ് ട്രാൻസ്പെറൻറ്റ്, അതായത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ എന്താണ് ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ. പിന്നെ തെർമൽ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ അതെന്താണ് ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ദെൻ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ ഒപ്പേക്ക് ഒബ്ജക്ട്സ് ആണ് വരുന്നത്, ബട്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ലസ്റ്റർ അപ്പിയറൻസ് വരും. ദെൻ ഇൻ അഡീഷൻ സം ഓഫ് ദ മെറ്റൽ ഹാവ് ഡിസൈറബിൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്താണ് മാഗ്നറ്റിക് നേച്ചർ ഉണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത് മെറ്റൽസിന്. പിന്നെ നമുക്ക് അടുത്തത് സെറാമിക് ആണ്. സോ ഇപ്പോൾ സെറാമിക്സ് ആർ കമ്പോസ്ഡ് ബിറ്റ്വീൻ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക്. അപ്പോൾ മെറ്റാലിക്സും അതേപോലെ തന്നെ നോൺ മെറ്റാലിക്കിനെ ഇൻ ബിറ്റ്വീൻ കോമ്പൗണ്ട്സ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സെറാമിക്സ് എന്ന് പറയുന്നത്. ദേ ആർ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഓക്സൈഡ്സ്, നൈട്രൈറ്റ്സ്, കാർബൈഡ്സ്. അപ്പോൾ മെറ്റാലിക്കിനെ നോൺ മെറ്റാലിക്കിനെ ഇൻ ബിറ്റ്വീൻ വരുന്ന കോമ്പൗണ്ട്സ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സെറാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നത് ഓക്സൈഡ്സ്, നൈട്രൈറ്റ്സ്, കാർബൈഡ്സ് ഒക്കെയാണ് വരുന്നത്. കോമൺ സെറാമിക് മെറ്റീരിയൽ ഇൻക്ലൂഡിങ് അലൂമിനിയം ഓക്സൈഡ് Al2O3, ദെൻ SiO2, അപ്പോൾ സിലിക്കൺ ഡയോക്സൈഡ്, ദെൻ സിലിക്കൺ കാർബൈഡ്, ദെൻ സിലിക്കൺ നൈട്രൈഡ്. ഇൻ അഡീഷൻ but some refer to the traditional ceramic doses composed of clay minerals. അപ്പോൾ ട്രഡീഷണൽ സെറാമിക്സ് വരുന്നത് പോർസിലൈൻ, ക്ലേ മിനറൽ എന്ന് പറയാം, ആസ് വെൽ സിമെന്റ് ആൻഡ് ഗ്ലാസ്. സിമെന്റും ഗ്ലാസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ട്രഡീഷണൽ സെറാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് മെറ്റലിനും നോൺ മെറ്റലിനും ഇൻ ബിറ്റ്വീൻ വരുന്ന കോമ്പൗണ്ട്സ് ആണ് എന്ത് നമ്മുടെ സെറാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെയിൻലി വരുന്നത് കാർബൈഡ്സ്. ഓക്കെ, ഓക്സൈഡ്, നൈട്രൈഡ്, കാർബൈഡ് ആണ് ഇതിൽ ഈ ഒരു സെറാമിക്സിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ SiO2, അലുമിനിയം Al2O3, ദെൻ SiC, ദെൻ Si3N4 ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെറാമിക്സ് വരുന്നത്. പിന്നെ ട്രഡീഷണൽ സെറാമിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സിമെന്റും ഗ്ലാസും പറയാം. പിന്നെ എന്താണ് പോർസിലൈൻ എന്ന് പറയാം. വിത്ത് റിഗാർഡ് ടു മെക്കാനിക്കൽ ബിഹേവിയർ, സെർട്ടൈൻ മെറ്റീരിയൽ ആർ റിലേറ്റീവ്ലി സ്റ്റിഫ് ആൻഡ് സ്ട്രോങ്. സ്റ്റിഫ്നെസ് ആൻഡ് സ്ട്രെങ്ത് ആർ കമ്പയറബിൾ ടു ദോസ് ഓഫ് മെറ്റൽസ്. അപ്പോൾ എന്താണ് സ്റ്റിഫ്നെസ്സും സ്ട്രെങ്ത്തും നോക്കുമ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു ഇതിനെ കുറിച്ച് മെറ്റൽസിനനുസരിച്ച് എന്തായിരിക്കും, അല്ലെങ്കിൽ മെറ്റലിനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്തായിരിക്കും ഇവർക്കും മെറ്റലിനോളം ഇതുണ്ട്. സ്റ്റിഫ്നെസ്, സ്ട്രെങ്ത് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് മെറ്റലിനെ പോലെ തന്നെ ഉണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഡെൻസിറ്റി നോക്കാം. ഡെൻസിറ്റി നോക്കുമ്പോൾ സെറാമിക്സ് എന്താണ് അത്ര ഡെൻസർ അല്ല. ഓക്കെ, പക്ഷെ എന്താണ് അത് മെറ്റൽസ് പോലെ തന്നെ എന്താണ് മെറ്റൽസിന്റെ ആ റേഞ്ചിനകത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് സെറാമിക്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി അതിന്റെ സ്ട്രെങ്ത് നമുക്ക് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് നോക്കാം. സ്റ്റിഫ്നെസ് നോക്കുമ്പോൾ മെറ്റലും സെറാമിക്സും എങ്ങനെയാണ് ഒരേപോലെ തന്നെയാണ്, ഒരേ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന് അടുത്തത് ഇപ്പൊ അതിന്റെ സ്ട്രെങ്ത് ജസ്റ്റ് നോക്കാം. സ്ട്രെങ്ത് നോക്കുമ്പോൾ മെറ്റൽസിന് അത്ര വരുന്നില്ല, പക്ഷെ എന്താണ് അതിന്റെ ആ റേഞ്ചിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സെറാമിക്കും മെറ്റലും ഒരേ റേഞ്ചിൽ തന്നെ നിൽക്കുന്നത്, അല്ലെങ്കിൽ മെറ്റലിന്റെ റേഞ്ചിൽ ഇൻക്ലൂഡഡ് ആണ് നമുക്ക് സെറാമിക് എന്ന് പറയാം. അതായത് മെറ്റലിന് അവൈലബിൾ ആയിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടായിരിക്കും സെറാമിക്കിന് ഉണ്ടായിരിക്കും, കുറച്ച് കുറവാണെന്ന് പറയാൻ പറ്റുള്ളൂ. ദെൻ കോമ്പോസിറ്റ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ദെൻ അടുത്ത പ്രോപ്പർട്ടി നോക്കുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫ്രാക്ചർ റെസിസ്റ്റൻസ്. ഫ്രാക്ചർ റെസിസ്റ്റൻസ് സെറാമിക്കിന് നോക്കുമ്പോൾ എന്താണ് മെറ്റലിനെ പോലെയല്ല, വളരെ കുറവാണ്. ഓക്കെ, ഫ്രാക്ചർ റെസിസ്റ്റൻസ് ഇല്ല നമുക്ക് പറയാം. ദെൻ അടുത്തത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സെറാമിക്കിന് നോക്കുമ്പോൾ എങ്ങനെയാണ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, സോ പിന്നെ നമുക്ക് ബാക്കി പ്രോപ്പർട്ടീസ് നോക്കാം. Historically, ceramics have exhibited extreme brittleness, lack of ductility, and
ഹൈലി സസെപ്റ്റിബിൾ ടു ഫ്രാക്ചർ. അപ്പോൾ പെട്ടെന്ന് ഫ്രാക്ചർ ആവുന്ന മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സെറാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എക്സ്ട്രീംലി ബ്രിട്ടിലാണ്. ദെൻ ഡക്റ്റിലിറ്റി, അതായത് തീരെ ഡക്റ്റിലിറ്റി ഇല്ല എന്ന് പറയാം നമുക്ക് സെറാമിക്സിന്. However, new ceramics have been engineered to have improved resistance to fracture. ഓക്കെ, എന്താണ് ഇംപ്രൂവ്ഡ് റെസിസ്റ്റൻസ്, ഫ്രാക്ചർ റെസിസ്റ്റൻസിന് ഇംപ്രൂവ് ആയിട്ടുള്ള എന്താണ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, സെറാമിക്സ് എഞ്ചിനീയർ ചെയ്ത് എടുക്കുന്നുണ്ട്. ദീസ് മെറ്റീരിയൽ ആർ യൂസ്ഡ് ഫോർ കുക്ക് വെയർ, കട്ട്ലറി ആൻഡ് ഈവൺ ഓട്ടോമൊബൈൽ എഞ്ചിൻ പാർട്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ സെറാമിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിൻ പാർട്സ്, കുക്ക് വെയറിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സെറാമിക്സ് ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്നുണ്ട്. സോ ഇപ്പോൾ furthermore, ceramic material are typically insulative to passage of heat and electricity. അപ്പോൾ എന്താണ് മെറ്റൽ ആൻഡ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ്, അതേപോലെ തന്നെ എന്താണ് തെർമൽ ഇൻസുലേറ്റർ ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ സെറാമിക് എന്ന് പറയുന്ന മെറ്റീരിയൽ. ഓക്കെ, സോ ഓക്കെ, ഇൻസുലേറ്റീവ് ടു ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അതിനെന്താണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്താണ് കുറവാന്ന് പറയാം. ആൻഡ് ആർ മോർ റെസിസ്റ്റന്റ് ടു ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹാർഷ് എൻവയോൺമെന്റ് ദാൻ മെറ്റൽസ് ആൻഡ് പോളിമേഴ്സ്. അതേപോലെ തന്നെ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് എന്താണ് മെറ്റലിനെക്കാളും കൂടുതലുണ്ടെന്ന് പറയും. വിത്ത് റിഗാർഡ്സ് ടു ഒപ്റ്റിക്കൽ ക്യാരക്ടറിസ്, സെറാമിക്സ് മേ ബി ട്രാൻസ്പെറന്റ്, ട്രാൻസ്പ്ലന്റ് ഓർ ഒപ്പാക്. എന്താണ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ എന്താണ് ഒപ്പാക് പ്രോപ്പർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒപ്പാക് മെറ്റീരിയൽസ് വരുന്നുണ്ട്, ട്രാൻസ്പെറന്റ് വരുന്നുണ്ട്, ട്രാൻസ്പ്ലന്റ് വരുന്നുണ്ട്. സം ഓഫ് ദ ഓക്സൈഡ് സെറാമിക്സ് എക്സാമ്പിൾ Fe3O4 എക്സിബിറ്റ് മാഗ്നറ്റിക് ബിഹേവിയർ. ഓക്കെ, അപ്പോൾ അടുത്തത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ എന്താണ് മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സം സെറാമിക് ഒബ്ജക്റ്റ് ആൻഡ് ടൈപ്പ് ആപ്ലിക്കേഷൻ ദിസ്. നമുക്ക് ഫിഗർ 1.9 നോക്കാം. സെറാമിക്സ്. ഓക്കെ, ഇതാണ് കോമൺ ഒബ്ജക്ട് ദാറ്റ് മെയ്ഡ് ഓഫ് സെറാമിക് മെറ്റീരിയൽസ്, സിസേഴ്സ്, ചൈന ടീകപ്പ്, എ ബിൽഡിംഗ് ബ്രിക്ക് ഓഫ് ഫ്ലോർ, ബിൽഡിംഗ് ബ്രിക്ക്, ഫ്ലോർ ടൈല്, ഗ്ലാസ് വേസ്. സോ അപ്പോൾ ഇതിൽ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് സെറാമിക് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ്, അല്ലെങ്കിൽ സെറാമിക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സിസേഴ്സ് വരുന്നുണ്ട്, പിന്നെന്താണ് ഫ്ലോർ ടൈല് വരുന്നുണ്ട്, അതേപോലെ തന്നെ ബിൽഡിംഗ് ബ്രിക്ക് വരുന്നുണ്ട്, ദെൻ ഗ്ലാസ് വേസ്, ചൈന കപ്പ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് സെറാമിക് യൂസ് ചെയ്ത് മെയ്ഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതിൽ അടുത്തത് പോളിമർ ആണ്. സോ പോളിമേഴ്സ് ഇൻക്ലൂഡ് ദ ഫെമിലിയർ പ്ലാസ്റ്റിക്സ് ആൻഡ് റബ്ബർ മെറ്റീരിയൽ. അപ്പോൾ പ്ലാസ്റ്റിക് ആൻഡ് റബ്ബർ മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുന്നത് പോളിമേഴ്സിനകത്ത് വരുന്നത്. സോ ഇപ്പോൾ ഇത് many of the organic compounds that are chemically based on carbon, hydrogen and other non-metallic elements. എന്താണ് ഈ പോളിമേഴ്സിനകത്ത് വരുന്നത് എങ്ങനെയായിരിക്കും, ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് കെമിക്കലി ബേസ്ഡ് ഓൺ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് അതർ നോൺ മെറ്റാലിക് എലമെന്റ്സ്. ഇപ്പോൾ ഹൈഡ്രോ കാർബൺസ് അതുപോലെ തന്നെ എന്താണ് നോൺ മെറ്റാലിക് എലമെന്റ്സും ഒക്കെയാണ് എന്ത് ഇതിനകത്ത് ഈ ഒരു പോളിമേഴ്സിനകത്ത് വരുന്നത്. ഫർദർ ദേ ഹാവ് very large molecular structure, often chain-like in nature. They are often backbone of carbon atoms. Some of the common and familiar polymers are polyethylene, nylon, polyvinyl chloride, PVC, then polycarbonate, polystyrene, silicon rubber. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഫെമിലിയർ ആയിട്ട് യൂസ് ചെയ്യുന്ന പോളിമേഴ്സ് വരുന്നത്. ദീസ് മെറ്റീരിയൽ ടിപ്പിക്കലി ഹാവ് ലോ ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൻസിറ്റി നോക്കാം. അപ്പോൾ പോളിമേഴ്സിന്റെ ഡെൻസിറ്റി, ഓക്കെ ഇതല്ലേ ഡെൻസിറ്റി, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്. അപ്പോൾ ഡെൻസിറ്റി നോക്കുമ്പോൾ ഓക്കെ ഡെൻസിറ്റി, ഓക്കെ പോളിമേഴ്സിന്റെ ഡെൻസിറ്റി നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മെറ്റൽസിന്റെ റേഞ്ചിൽ ഉണ്ടെന്ന് പറയാം, പക്ഷെ എന്താണ് ലോ ഡെൻസിറ്റി ആണെന്ന് പറയാം. ദെൻ ഇപ്പോൾ സ്റ്റിഫ്നെസ് നോക്കുമ്പോൾ പോളിമേഴ്സ് എങ്ങനെയാണ് മെറ്റൽസിനെ സെറാമിക്സിനെ അപേക്ഷിച്ച് സ്റ്റിഫ്നെസ് വളരെ കുറവാണ്. പിന്നെ അടുത്തത് സ്ട്രെങ്ത് പറയുമ്പോൾ എന്താണ് കുറച്ച് സ്ട്രെങ്ത് ഉണ്ടെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്താണ് ഈ ഒരു സെറാമിക്സും മെറ്റലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറവാണ്, സ്ട്രെങ്ത് കുറവാണ്. പിന്നെ അടുത്തത് ഫ്രാക്ചർ റെസിസ്റ്റൻസ്, സെറാമിക്സിനെ പോലെ തന്നെയാണ് പോളിമർ, എന്താണ് തീരെ എന്തില്ല ഫ്രാക്ചർ റെസിസ്റ്റൻസ് ഇല്ല എന്ന് പറയാം. അടുത്തത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, പോളിമേഴ്സിന് എന്താണ് കണ്ടക്ടിവിറ്റി കുറവാണ്. അപ്പോൾ they are mechanical are generally dissimilar to the metallic and ceramic. They are not stiff, strong, other material types. ഇതാണ് സ്റ്റിഫ് അല്ല, അതേപോലെ തന്നെ സ്ട്രോങ്ങർ അല്ല എന്ന് പറയാം. അടുത്ത് നോക്കാം. They are low density,
many their stiffness and strength on a per mass basis comparable to metals and ceramics. അപ്പോൾ അതെന്താണ് ലോ ഡെൻസിറ്റി ആണ് വരുന്നത്. In addition, many of the polymer are extremely ductile and pliable. So ഇപ്പോൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പോളിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അത് ഫ്രാക്ചർ റെസിസ്റ്റൻസ് അല്ല നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ഡക്റ്റൈൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ഡക്റ്റൈൽ ആണ്. ദെൻ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ which means they are easily formed into complex shape. In general, they are relatively inert chemically and unreactive in large number of environment. അതേപോലെ തന്നെ കെമിക്കലി എന്താണ്, അപ്പം ഡിറ്റീരിയേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും എന്ത് ചെയ്യുന്നത് നല്ല മെറ്റീരിയൽ എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഇനേർട്ട് കെമിക്കലി ആൻഡ് അൺറിയാക്റ്റീവ്. ഓക്കെ, then one major drawback of polymer is their tendency to soften and decompose at modest temperature, which is some instance limit their use. അപ്പോൾ ടെമ്പറേച്ചർ അതായത് ഹൈ ടെമ്പറേച്ചർ എൻവയോൺമെന്റ് അല്ലെങ്കിൽ മോഡസ്റ്റ് ടെമ്പറേച്ചർ എൻവയോൺമെന്റിൽ എന്ത് ചെയ്യത് ഡികമ്പോസ് ചെയ്തത് ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. ഫർദർ ദേ ഹാവ് ലോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് നോൺ മാഗ്നറ്റിക്. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അതേപോലെ തന്നെ മാഗ്നറ്റിക് കണ്ടക്ടിവിറ്റി ഇല്ല എന്ന് പറയാം നമുക്ക്. അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പോളിമേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. അടുത്തത് കോമ്പോസിറ്റ്സ് ആണ്. കോമ്പോസിറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 2 or more individual materials which are come from the categories previously discussed, metal, ceramics and polymers. അപ്പോൾ മെറ്റൽ, സെറാമിക്സ്, പോളിമേഴ്സ് ഇതിന്റെ ഒക്കെ എന്താണ് ഒരു കോമ്പോസിഷൻ ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ഈ ഒരു കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, the design goal of a composite is to achieve a combination of properties that is not displayed by any single material. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് achieve the combination of properties that not displayed by any single material, also incorporate characteristic of each of the component material. അപ്പോൾ നമ്മളൊരു കോമ്പോസിറ്റ് മേഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് എടുത്തു കഴിഞ്ഞാൽ എന്താണ് അത് ഡക്റ്റൈലാണ്, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ പോളിമർ എന്ന് പറയുന്നത്. ബട്ട് ഇപ്പോൾ സെറാമിക് എടുത്തു കഴിഞ്ഞാൽ എന്താണ് അത് ബ്രിറ്റിലാണ്. അപ്പോൾ അതേപോലെ തന്നെ എന്താണ് പോളിമർ എന്ന് പറയുന്നത് കെമിക്കലി അൺറിയാക്റ്റീവ് ആണ്. പക്ഷെ മെറ്റൽ എന്ന് പറയുന്നത് എന്താണ് കെമിക്കലി അല്ലെങ്കിൽ ഡിറ്ററേറ്റീവ് എന്ന് പറയാം. സോ ഇപ്പോൾ നമ്മൾ ഈ ഒരു കോമ്പോസിറ്റ് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിലെ ഓരോ കോമ്പണന്റിന്റെയും പ്രോപ്പർട്ടീസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ദ ബെസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഈച്ച് കോമ്പണന്റ് മെറ്റീരിയൽ. ഓരോ കോമ്പണന്റ് മെറ്റീരിയലിന്റെ ബെസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് പുതിയൊരു മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു കോമ്പോസിറ്റ് യൂസ് ചെയ്യുന്നത്. എ ലാർജ് നമ്പർ ഓഫ് കോമ്പോസിറ്റ് ടൈപ്സ് ആർ റെപ്രസെന്റ് ബൈ ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് മെറ്റൽസ്, ceramics and polymers. Further, some naturally occurring materials are composites. For example, wood. So ഇപ്പോൾ നാച്ചുറലി ഒക്കെ ചെയ്യുന്ന കോമ്പോസിറ്റ്സ് ഏതൊക്കെ നോക്കാം. അതിനകത്ത് വരുന്നതാണ് എന്ത് വുഡ്, അതുപോലെ തന്നെ ബോൺ. However, most of those we consider in our discussion are synthetic, that is human made. അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നത് ഏതൊക്കെയാണ് ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള കോമ്പോസിറ്റ്സ് ആണ്. One of the most common and familiar composite is fiberglass, in which a small glass fiber are embedded with a polymeric material, normally an epoxy or polyester. അപ്പോൾ ഒരു മാൻ മെയ്ഡ് കോമ്പോസിറ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫൈബർ ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ സ്മോൾ ഗ്ലാസ് ഫൈബേഴ്സ് ആർ എംബഡഡ് വിത്ത് എ പോളിമറിക് മെറ്റീരിയൽ. ഇപ്പോൾ എപ്പോക്സി അല്ലെങ്കിൽ പോളിസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലിനകത്ത് എന്ത് ചെയ്തിട്ടുള്ളത് ഗ്ലാസ് ഫൈബേഴ്സ് എംബഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫൈബർ ഗ്ലാസ് മേഡ് ചെയ്തിട്ടുള്ളത്. ദ ഗ്ലാസ് ഫൈബേഴ്സ് ആർ റിലേറ്റീവ്ലി സ്ട്രോങ് ആൻഡ് stiff but also brittle, whereas the polymer is more flexible. Thus fiberglass is relatively stiff, strong and flexible. In addition, it has a low density. So അപ്പോൾ ഈ ഒരു ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, അതായത് സ്ട്രോങ് ആണ്, അതായത് ഗ്ലാസ് എങ്ങനെയാണ് ഫൈബർ ഗ്ലാസിന്റെ പ്രോപ്പർട്ടീസ് സ്ട്രോങ് ആണ്, സ്റ്റിഫ് ആണ്, പക്ഷെ എന്താണ് ബ്രിട്ടിലാണ്. ദെൻ പോളിമർ എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിൾ ആണ്. സോ ഇപ്പോൾ ഫൈബർ ഗ്ലാസ് എങ്ങനെയായിരിക്കും സ്റ്റിഫ്, സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ട് മാറും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു കോമ്പോസിറ്റ്സ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് മേഡ് ചെയ്യുന്നത്. In addition, it has a low density. Another technologically important material is the carbon fiber reinforced polymer. അപ്പോൾ ഫൈബർ ഗ്ലാസ് കഴിഞ്ഞാൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോസിറ്റ് ആണ് അടുത്ത് പറയുന്നത്.
ഏതാണ് CFRP. അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ അതിനെന്താണ് അല്ലെ, പോളിമർ അല്ല, ഈ ഒരു കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിനെ നമുക്കൊരു പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് എടുത്ത് പറയാൻ പറ്റില്ല. കാരണം എന്തായിരിക്കും, നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ഫൈബർ ഗ്ലാസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, സ്ട്രോങ് ആൻഡ് സ്റ്റിഫ് ആണ്. ഈ പോളിമർ എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിൾ ആണ്. സോ ഇപ്പോൾ ഫൈബർ ഗ്ലാസ് എന്തായിരിക്കും, ഗ്ലാസ് ഫൈബേഴ്സ് സ്ട്രോങ് സ്റ്റിഫ് ആണ്. അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പോളിമറിന്റെ പ്രോപ്പർട്ടി ഒരുമിച്ച് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫൈബർ ഗ്ലാസിന്റെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നത്. പിന്നെ എന്താണ് അത് ഡെൻസിറ്റി കുറവാന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു കാർബൺ ഫൈബർ റെയിൻഫോഴ്സ്ഡ് പോളിമർ CFRP. അപ്പൊ അത് നിങ്ങൾക്കാണ് കോമ്പോസിറ്റ് കാർബൺ ഫൈബേഴ്സ് ദാറ്റ് ആർ എംബഡഡ് വിത്ത് എ പോളിമർ. അപ്പൊ പോളിമറിൽ എംബഡ് ചെയ്തിട്ടുള്ള കാർബൺ ഫൈബേഴ്സ് ആണ് ഇവിടെ വരുന്നത്. സോ ദ മെറ്റീരിയൽ ആർ സ്റ്റിഫർ ആൻഡ് സ്ട്രോങ്ങർ ദാൻ ഗ്ലാസ് ഫൈബർ റെയിൻഫോഴ്സ്ഡ് മെറ്റീരിയൽ. എന്താണ് ഇത്, ഗ്ലാസ് ഫൈബറിനെക്കാളും എന്താണ്, ഗ്ലാസ് ഫൈബർ റെയിൻഫോഴ്സ് ചെയ്തിട്ട് മെറ്റീരിയലിനേക്കാളും സ്ട്രോങ്ങർ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താണ്, എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എയർക്രാഫ്റ്റ് അതുപോലെ എയറോസ്പേസ് ആപ്ലിക്കേഷൻ ആണെന്ന് യൂസ് ചെയ്യുന്നത്. ആസ് വെൽ ആസ് ഹൈടെക് സ്പോർട്ടിംഗ് എക്യുപ്മെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ബൈസിക്കിൾ, ഗോൾഫ് ക്ലബ്, ടെന്നീസ് റാക്കറ്റ് ആൻഡ് സ്കിൻ, സ്നോബോർഡ് ആൻഡ് റീസെന്റ് ഇൻ ഓട്ടോമൊബൈൽ ബമ്പേഴ്സ്. ഇതിനകത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു CFRP യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത് വരുന്നത് Boeing 787 fuselage ആണ്. is primarily made from such a CFRP composite. ഇനി അടുത്തത് അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ മെറ്റീരിയൽസ് ദാറ്റ് ആർ യൂട്ടിലൈസ്ഡ് ഇൻ ഹൈ ടെക്നോളജി. അപ്പോൾ ഹൈ ടെക്നോളജിയിൽ അല്ലെങ്കിൽ ഹൈ എൻഡ് ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ ഒരു അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും എന്താണ്, എഞ്ചിനീയർഡ് മെറ്റീരിയൽസ് ആണ്. So applications sometimes are termed advanced materials. By high technology we mean a device or a product that operate or function using relatively intricate and sophisticated principles. അപ്പോൾ ഹൈ എൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈസ് ഓർ പ്രോഡക്റ്റ് ദാറ്റ് ഓപ്പറേറ്റ് ഓർ ഫംഗ്ഷൻ യൂസിങ് റിലേറ്റീവ്ലി ഇൻട്രിക്കേറ്റ് ആൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് പ്രിൻസിപ്പിൾ. അപ്പോൾ എക്സാമ്പിൾ നോക്കാം, ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, അപ്പോൾ അതിൽ ക്യാം കോഡേഴ്സ്, ദെൻ CD ഓർ DVD പ്ലേയേഴ്സ്. ഹൈ എൻഡ് ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഈ ഒരു അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ, ഫൈബർ ഒപ്റ്റിക്സ് സിസ്റ്റം, സ്പേസ് ക്രാഫ്റ്റ്, എയർക്രാഫ്റ്റ് ആൻഡ് മിലിറ്ററി റോക്കറ്റ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. These advanced materials are typically traditional materials whose properties have been enhanced and also newly developed high performance material. അപ്പോൾ ഇത് എന്തായിരിക്കും, ഇപ്പോൾ നാച്ചുറൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെറ്റീരിയൽസ് ആണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, എൻഹാൻസ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ ന്യൂലി ഡെവലപ്ഡ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും മെറ്റീരിയൽസ്, ഈ ഒരു അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് ഉണ്ടാവും. ഫർദർ they may be of all material type, metals, ceramics, polymers and normally expensive. ഇതിനകത്ത് എന്തായിരിക്കും, എല്ലാ മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു അഡ്വാൻസ്ഡ് മെറ്റീരിയൽ, അതായത് മെറ്റൽസ്. ഇപ്പോൾ മെറ്റൽസിനെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്വാൻസ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യാൻ എൻഹാൻസ് ചെയ്ത് അതിന്റെ പ്രോപ്പർട്ടീസിനെ എൻഹാൻസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പുതിയ ടൈപ്പ് ഓഫ് മെറ്റൽസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ സെറാമിക്സ്, പോളിമേഴ്സ്, ഇതിനൊക്കെ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ എൻഹാൻസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. സോ എല്ലാ മെറ്റീരിയൽസ് ഈ ഒരു അഡ്വാൻസ്ഡ് മെറ്റീരിയൽസിനകത്ത് എന്താണ് ഇൻക്ലൂഡഡ് ആണ്. അഡ്വാൻസ്ഡ് മെറ്റീരിയൽ ഇൻക്ലൂഡ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അതിൽ സെമി കണ്ടക്ടേഴ്സ്, ബയോ മെറ്റീരിയൽസ് ആൻഡ് മെറ്റീരിയൽ ഓഫ് ദ ഫ്യൂച്ചർ. സോ ഇപ്പോൾ നാനോ മെറ്റീരിയൽ ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്നത് സ്മാർട്ട് മെറ്റീരിയൽ ആൻഡ് നാനോ മെറ്റീരിയൽ എന്ന് പറയുന്നതാണ് എന്ത്, ഫ്യൂച്ചർ മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അഡ്വാൻസ്ഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ സെമി കണ്ടക്ടർ, ബയോ മെറ്റീരിയൽ, നാനോ മെറ്റീരിയൽ, സ്മാർട്ട് മെറ്റീരിയൽ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് മെറ്റീരിയൽസിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നമുക്ക് പറയാം. ദ പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ദ നമ്പർ ഓഫ് ദീസ് അഡ്വാൻസ്ഡ് മെറ്റീരിയൽ എക്സാമ്പിൾസ്, മെറ്റീരിയൽസ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ലേസേഴ്സ്, integrated circuit, magnetic information storage, LCD, liquid crystal displays and fiber optics are also discussed in subsequent chapters. So ഇതിന്റെ എക്സാമ്പിൾസ് പറയുന്നത് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ജസ്റ്റ് പറയാം, എന്ത് LCD, ദെൻ ഫൈബർ ഒപ്റ്റിക്സ്, ലേസേഴ്സ്, IC ഇന്റഗ്രേറ്റഡ് ചിപ്സ്, ദെൻ മാഗ്നറ്റിക് ചിപ്സ് അല്ലെങ്കിൽ ഇപ്പോൾ മാഗ്നറ്റിക് ഇൻഫർമേഷൻ സ്റ്റോറേജ്. അപ്പോൾ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അഡ്വാൻസ്ഡ് മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ,
ഹൈ എൻഡ് ടെക്നോളജിയിൽ അല്ലെങ്കിൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡിവൈസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് ഈ ഒരു അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വാൻസ്ഡ് മെറ്റീരിയൽസിൽ എന്തൊക്കെയാണ് എക്സ്പെൻസീവ് ആണ്, അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും എൻഹാൻസ്ഡ് ആയിരിക്കും, ഹൈ പെർഫോമൻസ് ആയിരിക്കും ഒരു മെറ്റീരിയൽസ് നമുക്ക് തരുന്നത്. ദെൻ നമുക്ക് എന്താണ് ന്യൂലി ഡെവലപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി ഈ ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. സോ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏതൊക്കെയാണ് സെമി കണ്ടക്ടേഴ്സ്, ബയോ മെറ്റീരിയൽസ്, നാനോ മെറ്റീരിയൽസ്, സ്മാർട്ട് മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യുന്നത് ഈ ഒരു അഡ്വാൻസ്ഡ് മെറ്റീരിയൽസിന് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ദെൻ അതിന്റെ യൂസേജ് അല്ലെങ്കിൽ എക്സാമ്പിൾ വരുന്നത് എവിടെയൊക്കെയാണ് ലേസർ, IC ചിപ്സ്, ഇൻഫർമേഷൻ സ്റ്റോറേജ് ഡിവൈസ്, ദെൻ LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേസ്, ദെൻ ഫൈബർ ഒപ്റ്റിക്സിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. സോ ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസും ജസ്റ്റ് നോക്കാം. അതായത് ഓരോ അഡ്വാൻസ്ഡ് മെറ്റീരിയൽ സെമി കണ്ടക്ടർ നോക്കാം. സെമി കണ്ടക്ടർ ഹാവ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ദാറ്റ് ആർ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദി ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടർ ഇൻസുലേറ്ററിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് എന്ത് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ദ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദീസ് മെറ്റീരിയൽ ആർ എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു ദ പ്രസൻസ് ഓഫ് മൈന്യൂട്ട് കോൺസെൻട്രേഷൻ ഓഫ് ഇമ്പ്യൂരിറ്റി ആറ്റം. അപ്പോൾ നമ്മൾ ഇമ്പ്യൂരിറ്റി യൂസ് ചെയ്തിട്ടാണ്, ഇമ്പ്യൂരിറ്റി ആറ്റംസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സെമി കണ്ടക്ടർ അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്ന മെറ്റീരിയൽ ആണ് എന്ത് ഈ ഒരു സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ വിച്ച് ഈസ് എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു ദ പ്രസൻസ് ഓഫ് മൈന്യൂട്ട് കോൺസെൻട്രേഷൻ ഓഫ് ഇമ്പ്യൂരിറ്റി ആറ്റംസ് for which the concentration may be controlled over very small spatial region. Semiconductor have made possible the advent of integrated circuitry that has totally revolutionized the electronics and computer industry, not to mention our lives over the past 3 decades. അപ്പോൾ എന്താണ് ഒരുപാട് കാലങ്ങളായിട്ട് എന്താണ് ഈ ഒരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടറി അല്ലെങ്കിൽ IC ചിപ്സ്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ്, ദെൻ ഡയോഡ്സ് ഒക്കെ എന്തിനാണ് ഈ ഒരു സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ അപ്പോൾ അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ IC ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സിലൊക്കെ എന്ത് ചെയ്യുന്നത് യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ അപ്പോൾ സെമി കണ്ടക്ടർ ജസ്റ്റ് പറയുമ്പോൾ എന്താണ് കണ്ടക്ടേഴ്സ് അതുപോലെ തന്നെ ഇൻസുലേറ്റേഴ്സിന് ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഓക്കെ, അതിൽ ഇമ്പ്യൂരിറ്റീസിന്റെ മൈന്യൂട്ട് കോൺസെൻട്രേഷൻ എന്താണ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ് ആർ എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു presence of the minor concentration of impurity atoms. അപ്പോൾ ഇതിലെ impurity atomsന്റെ minor concentration സെൻസിറ്റീവ് ആയിട്ട് എന്ത് ചെയ്യുന്നതിന്റെ ഒരു ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക് വരുന്നത്. ഓക്കെ, for which the concentration may be controlled over very small spatial regions. അപ്പോൾ അതിന്റെ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഈ ഒരു കോൺസെൻട്രേഷൻ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ എന്താണ് വെരി സ്മോൾ സ്പേഷ്യൽ റീജിയനിൽ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സെമി കണ്ടക്ടേഴ്സ് മേഡ് ചെയ്തെടുക്കുന്നത്. സോ ഇപ്പോൾ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി അല്ല കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രീനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് റവല്യൂഷനൈസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു മെറ്റീരിയൽ നോക്കാം. ബയോ മെറ്റീരിയൽ ആർ എംപ്ലോയിഡ് ഇൻ components implanted into the human body to replace diseased or damaged body parts. അപ്പോൾ ഡാമേജ് ആയിട്ടുള്ള ബോഡി പാർട്സ് അല്ലെങ്കിൽ എന്താണ് ഡിസീസ് ആയിട്ടുള്ള ബോഡി പാർട്സ് റീപ്ലേസ് ചെയ്ത് അവിടെ എന്ത് ചെയ്യാൻ ഇംപ്ലാന്റ് ചെയ്യാൻ ഹ്യൂമൻ ബോഡിയിൽ ഇംപ്ലാന്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ബയോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബയോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ് കമ്പോണൻസ് ഇംപ്ലാന്റഡ് ഇൻ ടു ദി ഹ്യൂമൻ ബോഡി നമുക്ക് പറയാം. അപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ ഇംപ്ലാന്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുന്നത് ബയോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ദീസ് മെറ്റീരിയൽസ് മസ്റ്റ് നോട്ട് പ്രൊഡ്യൂസ് ടോക്സിക് സബ്സ്റ്റൻസ് ആൻഡ് മസ്റ്റ് ബി കോമ്പാറ്റിബിൾ വിത്ത് ബോഡി ടിഷ്യൂ. അപ്പോൾ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ബോഡി ടിഷ്യൂമായിട്ട് എന്താണ് കോമ്പാക്റ്റബിൾ ആണ്. അതേപോലെ തന്നെ എന്താണ് അത് ടോക്സിക് സബ്സ്റ്റൻസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. All of the preceding materials, metal, ceramic, polymer, composites and semiconductors may be used as biomaterial. അപ്പോൾ മെറ്റൽസ്, സെറാമിക്സ്, പോളിമേഴ്സ്, കോമ്പോസിറ്റ്സ്, സെമികണ്ടക്ടേഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ബയോ മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും യൂസ് ചെയ്യും. സം ഓഫ് ദി എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഹിപ്പ് ആണ് പറയുന്നത്. അടുത്ത സ്മാർട്ട് മെറ്റീരിയൽ അല്ലെങ്കിൽ സ്മാർട്ട് മെറ്റീരിയൽ അല്ലെങ്കിൽ ഇന്റലിജന്റ് മെറ്റീരിയൽ ആർ ഗ്രൂപ്പ് ഓഫ് ഫ്യൂ new and state of the art of material now being developed that will be have significant influence on many of our technologies. എന്താണ് ഇത് ന്യൂലി ഡെവലപ്ഡ് മെറ്റീരിയൽസ് ആണ് ഈ ഒരു സ്മാർട്ട് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ടെക്നോളജീനെ എന്ത് ചെയ്യുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഈ ഒരു സ്മാർട്ട് മെറ്റീരിയൽസ് എന്നത്. അഡ്ജക്റ്റീവ് ഇംപ്ലൈസ് സോ ഇപ്പോൾ സ്മാർട്ട് എന്ന് പറയുന്ന അബ്ജക്റ്റീവ് ഇംപ്ലൈസ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. The material are able to sense change in the air environment and then respond to these change in predetermined manners, traits that are also found in living organism. അപ്പോൾ എന്താണ് എൻവയോൺമെന്റിലെ ചേഞ്ചിനെ എന്ത് ചെയ്താൽ ഡിറ്റക്ട് ചെയ്ത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം പ്രീഡിറ്റർമൈൻഡ്, അതായത്
സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, പ്രീ ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. ആ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് എന്ത് ചെയ്യുക, എൻവയോൺമെന്റ് സെൻസ് ചെയ്തിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ആയിരിക്കും ഒരു സ്മാർട്ട് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. Then in addition, this smart concept is being extended to rather sophisticated system that consist of both smart and traditional materials. Component of smart material or system include some type of sensors, detect an input signal and an actuator that perform the responsive and adaptive function. അപ്പോൾ ഇതിൽ സ്മാർട്ട് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം എന്ത്, സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ്. അപ്പോൾ സെൻസർ എന്തിനാണ്, ഇൻപുട്ട് സിഗ്നൽ സെൻസ് ചെയ്യാനും, ആക്ച്വേറ്റർ എന്തിനാണ്, അപ്പോൾ അതിനനുസരിച്ച് ഒരു റെസ്പോൺസീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആക്ച്വേറ്റർ യൂസ് ചെയ്യുന്നത്. ദെൻ ആക്ച്വേറ്റർ മേ ബി കോൾഡ് upon change shape, position, natural frequency or mechanical characteristic in response to change in temperature, electric field and magnetic field. അപ്പോൾ എന്താണ് ഇതിന്റെ ഷേപ്പ്, പൊസിഷൻ, നാച്ചുറൽ ഫ്രീക്വൻസി, മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഇതൊക്കെ എന്ത് ചെയ്യും, ഇൻപുട്ട് ആയിട്ട് അല്ലെങ്കിൽ റെസ്പോൺസ് ടു ടെമ്പറേച്ചർ, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഇതിനൊക്കെ വരുന്ന ചേഞ്ചിന് റെസ്പോൺസ് ആയിട്ട് എന്ത് ചെയ്യും, അതിന്റെ പൊസിഷനും ഷേപ്പ് ഫ്രീക്വൻസി എല്ലാം എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യുന്ന മെറ്റീരിയൽസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്മാർട്ട് മെറ്റീരിയൽസ് നമുക്ക് പറയാം. Then 4 type of material are commonly used for actuators. അപ്പോൾ ആക്ച്വേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഷേപ്പ് മെമ്മറി അലോയ്, പീസോ ഇലക്ട്രിക് സെറാമിക്, മാഗ്നറ്റോസ്റ്റിക് മെറ്റീരിയൽസ്, ഇലക്ട്രോളജിക്കൽ ഓർ മാഗ്നറ്റോളജിക്കൽ ഫ്ലൂയിഡ്സ് ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് 4 types of materials used in actuators. ആക്ച്വേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന 4 types of materials ആണ് ഈ പറയുന്നത്. ഏതൊക്കെയാണ്, ഷേപ്പ് മെമ്മറി അലോയ്സ്, ദെൻ പീസോ ഇലക്ട്രിക് സെറാമിക്സ്, മാഗ്നറ്റോസ്റ്റിക് മെറ്റീരിയൽസ് ആൻഡ് ഇലക്ട്രോറിയോളജിക്കൽ ഓർ മാഗ്നറ്റോറിയോളജിക്കൽ ഫ്ലൂയിഡ്സ്. ഷേപ്പ് മെമ്മറി അലോയ്സ് എന്താന്ന് നോക്കാം. Metals that after having been deformed revert back to the original shape when temperature is changed. അപ്പോൾ അലോയ്സ് ആണ് എന്ത് ചെയ്യുന്നത്, മെറ്റൽസിന്റെ അലോയ് ആണ് ആഫ്റ്റർ ഹാവിങ് ബീൻ ഡിഫോംഡ്. അപ്പോൾ എന്താണ്, ഡിഫോർമേഷന് ശേഷം എന്താണ്, ഇപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിന്റെ ചേഞ്ചിനനുസരിച്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഡിഫോർമേഷൻ എന്ത് ചെയ്യുക, റിവേർട്ട് ബാക്ക് ചെയ്യുന്ന മെറ്റീരിയൽസ് ആയിരിക്കും ഈ ഒരു ഷേപ്പ് മെമ്മറി അലോയ്സ് എന്ന് പറയുന്നത്. ദെൻ പീസോഇലക്ട്രിക് സെറാമിക്സ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ആൻഡ് കോൺട്രാക്ട് ഇൻ റെസ്പോൺസ് ടു അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിനനുസരിച്ച് എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, കോൺട്രാക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു പീസോഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓൾസോ ജനറേറ്റ് ആൻ ഇലക്ട്രിക് ഫീൽഡ് വെൻ ദെയർ ഡയമെൻഷൻ ആർ ഓൾട്ടേർഡ്. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ചെയ്യും, കൺവേഴ്സ്ലി ദേ ഓൾസോ ജനറേറ്റ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അതിന്റെ ഡയമെൻഷൻ എന്ത് ചെയ്യും, ഓൾട്ടറേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ജനറേറ്റ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ത് ചെയ്യുന്നത് പീസോ ഇലക്ട്രിക് സെറാമിക് എന്ന് പറയുന്നത്. ദ ബിഹേവിയർ ഓഫ് മാഗ്നറ്റോസ്ട്രിക്റ്റീവ് മെറ്റീരിയൽസ് ഇൻ അനലോഗസ് ടു ദാറ്റ് ഓഫ് പീസോ ഇലക്ട്രിക് എക്സെപ്റ്റ് ദാറ്റ് ദേ ആർ റെസ്പോൺസീവ് ടു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ പീസോ ഇലക്ട്രിക് പോലെ തന്നെയാണ്, പക്ഷെ എന്താണ് ഇത് മാഗ്നറ്റിക് ഫീൽഡിനും കൂടിയിട്ട് എന്താണ് റെസ്പോൺസീവ് ആണ്. ദെൻ ഇലക്ട്രോളിയോളജിക്കൽ ആൻഡ് മാഗ്നറ്റോറിയോളജിക്കൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ആർ ലിക്വിഡ്സ് that experience dramatic change in viscosity upon application of electric and magnetic field. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ആപ്ലിക്കേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അതിന് ഇൻ റെസ്പോൺസ് ആയിട്ട് എന്ത് ചെയ്യും, ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ വിസ്കോസിറ്റി ചേഞ്ച് ചെയ്യുന്ന മെറ്റീരിയൽ ആയിരിക്കും ഈ ഒരു ഇലക്ട്രോളജിക്കൽ ഓർ മാഗ്നറ്റോളജിക്കൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് ഓർ ഡിവൈസ് എംപ്ലോയ്ഡ് സെൻസേഴ്സ് ഇൻക്ലൂഡ് ഓപ്റ്റിക്കൽ ഫൈബേഴ്സ്, പീസോഇലക്ട്രിക് മെറ്റീരിയൽ and micro electromechanical systems. For example, ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഈ ഒരു മെറ്റീരിയലിന്റെ ജസ്റ്റ് എന്താണ് എക്സാമ്പിൾ നോക്കാം. സോ one type of smart system is used in helicopters to reduce aerodynamic cockpit noise that is created by rotating rotor blades. അപ്പോൾ റോട്ടർ ബ്ലേഡ്സ് ഉണ്ടാക്കുന്ന നോയ്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് എയറോഡൈനാമിക് കോക്പിറ്റ് നോയ്സ് എന്ത് ചെയ്യാൻ വേണ്ടി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെലികോപ്റ്ററിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം പീസോ ഇലക്ട്രിക് സെൻസേഴ്സ് ഇൻസർട്ടഡ് ഇൻ ടു ദീസ് ബ്ലേഡ്സ് മോണിറ്റർ ബ്ലേഡ് സ്ട്രെസ്സസ് ആൻഡ് ഡിഫോർമേഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് ഈ ഒരു ബ്ലേഡിനകത്ത് എന്തുണ്ടാവും, പീസോ ഇലക്ട്രിക് സെൻസേഴ്സ് ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. അവരെന്ത് ചെയ്യും, ബ്ലേഡ് സ്ട്രെസ് അതുപോലെ തന്നെ ഡിഫോർമേഷൻ എന്ത് ചെയ്യും, സെൻസ് ചെയ്തെടുക്കും. അല്ലെങ്കിൽ ഈ ഒരു ഡിഫോർമേഷനും മോണിറ്റർ ബ്ലേഡിലെ സ്ട്രെസ്സും എന്ത് ചെയ്യും, ഇവർ
പീസോ ഇലക്ട്രിക് സെൻസേഴ്സ് എന്ത് ചെയ്യും, ഈ ബ്ലേഡിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഫീഡ്ബാക്ക് സിഗ്നൽ ഫ്രം ദീ സെൻസർ ആർ ഫെഡ് ഇൻ ടു എ കമ്പ്യൂട്ടർ കൺട്രോൾഡ് അഡാപ്റ്റീവ് ഡിവൈസ്. സോ ഈ ഒരു ഫീഡ്ബാക്ക് എന്ത് ചെയ്യും, ഈ സെൻസറിൽ നിന്നുള്ള ഈ ഒരു ഫീഡ്ബാക്ക് സിഗ്നൽസ് എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആയിട്ടുള്ള അഡാപ്റ്റീവ് ഡിവൈസിനകത്ത് എന്ത് ചെയ്യും, ഫീഡ് ചെയ്യും. ജനറേറ്റ് നോയ്സ് ക്യാൻസലിങ് ആൻറ്റി നോയ്സ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു കമ്പ്യൂട്ടർ കൺട്രോൾ എന്ത് ചെയ്യും, ഈ ഒരു നോയ്സിനെ ക്യാൻസൽ ചെയ്യുന്ന ആൻറ്റി നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്മാർട്ട് മെറ്റീരിയലിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ വരുന്നത്, അതിൻ്റെ ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിൾ. ഇനി വരുന്നത് നാനോ മെറ്റീരിയൽ ആണ്. വൺ ന്യൂ മെറ്റീരിയൽ ക്ലാസ് ദാറ്റ് ഹാസ് ഫാസിനേറ്റിംഗ് പ്രോപ്പർട്ടീസ് ആൻഡ് ട്രമെൻഡസ് ടെക്നോളജിക്കൽ പ്രോമിസസ് ദാറ്റ് നാനോ മെറ്റീരിയൽസ്. അപ്പോൾ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് 4 ടൈപ്പ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഈ 4 ടൈപ്പും ബേസിക് നാനോ മെറ്റീരിയൽസ് മേ ബി എനി വൺ ഓഫ് ദി 4 ബേസിക് ടൈപ്സ്. അപ്പോൾ ഈ മെറ്റൽസ്, സെറാമിക്സ്, പോളിമേഴ്സ് ആൻഡ് കോമ്പോസിറ്റ്സ്. അപ്പോൾ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്താണ്, ഒരു സ്മോൾ മെറ്റീരിയൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു നാനോമീറ്റർ റേഞ്ചിൽ വരും. ഓക്കെ, അപ്പോൾ ട്രമെൻഡസ് ആപ്ലിക്കേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നാനോ മെറ്റീരിയൽസിനകത്ത് വരുന്നത്. നാനോ മെറ്റീരിയൽസ് മേ ബി എനി വൺ ഓഫ് ദ 4 ബേസിക് ടൈപ്സ് മെറ്റൽസ്, സെറാമിക്സ്, പോളിമേഴ്സ് ആൻഡ് കോമ്പോസിറ്റ്സ്. അപ്പോൾ നാനോ മെറ്റീരിയൽസ് പറയുമ്പോൾ ഈ ഒരു ബേസിക് 4 ടൈപ്സിൽ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് നാനോ മെറ്റീരിയൽ എന്ന് പറയാം. അതിൽ മെറ്റൽസ്, സെറാമിക്സ്, പോളിമേഴ്സ്, കോമ്പോസിറ്റ്സ്, ഇതിൻ്റെ ഒക്കെ എന്താണ്, നമുക്ക് നാനോ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. Unlike these other material, they are not distinguished on basis of their chemistry, but rather the size. So ഇപ്പോൾ ഈ നാനോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് നാനോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ, അതുകൊണ്ട് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ മറ്റു മെറ്റീരിയൽസിനെ അതിൻ്റെ കെമിസ്ട്രി യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ കെമിസ്ട്രി ബേസിസിലാണ് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതെന്താണ്, സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. The nanophysics denote that dimension of these structural entities are on the order of a nanometer, 10 to the power -9 അത്രയും മീറ്റർ. ഓക്കെ, 10 to the power -9 മീറ്റർ ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു സ്ട്രക്ചറൽ എൻറ്റിറ്റി വരുന്നത്. അതായത് 1 ഡിവൈഡ് ബൈ 10 to the power 9 മീറ്റേഴ്സ്. അതായത് ഒരു മീറ്ററിന് എന്താണ് ഇത്രയും ഡിവിഷൻ ആക്കി കഴിഞ്ഞാൽ ആ ഒരു ലെങ്ത് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നാനോമീറ്ററിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാനോ ലെങ്ത് അല്ലെങ്കിൽ നാനോ മെറ്റീരിയലിൻ്റെ ഡയമെൻഷൻ വരുന്നത്. Less than 100 nanometer equivalent to approximately 500 atom diameter. ഈ ഒരു 10⁻⁻⁹ നാനോമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് 100 നാനോമീറ്റർ. വൺ നാനോമീറ്റർ മുതൽ ഒരു 100 നാനോമീറ്ററിന് ലെസ് ദാൻ ആയിട്ടുള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ ഈ നാനോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. Prior to the advent of nanomaterial, the general procedure scientists used to understand the chemistry and physics of material was to begin by studying large and complex structures, and then to investigate the fundamental building block of these structures that are smaller and simpler. This approach sometimes termed as top-down science. അപ്പോൾ നമ്മൾ top-down approach യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു നാനോ മെറ്റീരിയൽസിൻ്റെ അഡ്വൻറ്റിന് മുൻപ് എന്ത് ചെയ്തിട്ടുള്ളത്, ജനറൽ സയൻറ്റിസ്റ്റ് ഈ ഒരു മെറ്റീരിയൽസിൻ്റെ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ എന്ത് ചെയ്യാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്നാണ് പറയുന്നത്. ദറ്റ് ഈസ് ലാർജ് ആൻഡ് കോംപ്ലക്സ് സ്ട്രക്ചർ ആൻഡ് ദെൻ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദി സ്ട്രക്ചർ ദാറ്റ് ആർ സ്മോളർ ആൻഡ് സിംപ്ലർ. അപ്പോൾ സ്മോളർ അതുപോലെ തന്നെ എന്താണ് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ഒക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന അപ്രോച്ചാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ on the other hand, with the development of scanning probe microscope, which permit the observation of individual atom and molecules, it become possible to design and build a new structure from their atomic level constituents, one atom or molecule at a time. Materials by design. This ability to carefully arrange atom provides opportunity to develop mechanical, electrical, magnetic, and other properties that are not otherwise possible. We call this is the bottom-up approach, and study of the properties of these materials is termed as nanotechnology. So ഇപ്പോൾ സ്കാനിങ് പ്രോബ്, അതായത് ഒരു സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പിന്റെ ഒരു അഡ്വൻറ്റോട് കൂടിയിട്ട് എന്താണ്, വിച്ച് പെർമിറ്റ് ദ ഒബ്സർവേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആറ്റംസ് ആൻഡ് മോളിക്യൂൾ. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ ആറ്റംസ് അതുപോലെ തന്നെ മോളിക്യൂൾസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്
it has become possible to design and build new structure from these atomic level constituent one atom or molecule at a time. ഇപ്പോൾ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു മോളിക്യൂളിന് അറ്റ് എ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അറ്റോമിക് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ അതുപോലെ തന്നെ ബിൽഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. So this ability carefully arrange atoms provide opportunity to develop mechanical, electrical, magnetic and other properties that are not otherwise possible. അപ്പോൾ മറ്റൊരു രീതിയിലും എന്ത് ചെയ്യാൻ പറ്റില്ല, പോസിബിൾ അല്ലാത്ത രീതിയിലുള്ള മെക്കാനിക്കൽ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആറ്റം ലെവലിലോ അല്ലെങ്കിൽ മോളിക്യൂൾ ലെവലിലോ ഒക്കെ എന്ത് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ അറ്റോമിക് ലെവലിൽ കോൺസ്റ്റിറ്റ്യുവൻസിനെ ഡിസൈൻ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പിന്റെ അഡ്വന്റോട് കൂടി നമുക്ക് എന്താണ് പോസിബിൾ ആണ്. സോ ഇപ്പോൾ ഇതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ബോട്ടം അപ്പ് അപ്രോച്ച് ആൻഡ് ദ സ്റ്റഡി ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദീസ് മെറ്റീരിയൽസ് ടേംഡ് ആസ് നാനോ ടെക്നോളജി. അപ്പോൾ ഈ ഒരു അറ്റോമിക് ലെവലിലുള്ള മെറ്റീരിയൽസിന്റെ സ്റ്റഡീനെ നമ്മൾ വിളിക്കുന്നത് നാനോ ടെക്നോളജി, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ, ഈ ഒരു അറ്റോമിക് ലെവലിൽ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്ത ന്യൂ മെറ്റീരിയൽസിനെ ബിൽഡ് ചെയ്തെടുക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, നാനോ ടെക്നോളജി. അവരുടെ സ്റ്റഡീനെ നാനോ ടെക്നോളജി എന്ന് വിളിക്കാം. സം ഓഫ് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക് എക്സിബിറ്റഡ് ബൈ മാറ്റർ മേ എക്സ്പീരിയൻസ് ഡ്രമാറ്റിക് ചേഞ്ച് ആസ് പാർട്ടിക്കിൾ സൈസ് അപ്രോച്ച് അറ്റോമിക് ഡയമെൻഷൻ. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, സം ഓഫ് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക് എക്സിബിറ്റഡ് ബൈ മാറ്റർ മേ എക്സ്പീരിയൻസ് ഡ്രമാറ്റിക് ചേഞ്ച് ആസ് പാർട്ടിക്കിൾ സൈസ് അപ്രോച്ചസ് അറ്റോമിക് സൈസ്. അപ്പോൾ ഒരു അറ്റോമിക് ഡയമെൻഷൻ റീച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഈ ഒരു മാറ്റർ എക്സിബിറ്റ് ചെയ്യുന്ന പല പ്രോപ്പർട്ടീസിന് എന്തുണ്ടായിരിക്കും, വളരെ വലിയ ചേഞ്ച് ഒക്കെ അറിയുന്നുണ്ടായിരിക്കും. ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. മെറ്റീരിയൽ ദാറ്റ് ആർ ഒപ്പാക് ഇൻ മാക്രോസ്കോപ്പിക് ഡൊമൈൻ മേ ബിക്കം ട്രാൻസ്പെറന്റ് ഓൺ നാനോ സ്കെയിൽ. അപ്പോൾ നാനോ സ്കെയിലിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മാക്രോസ്കോപ്പിക് ഡൊമൈനിൽ എന്തായിരിക്കും, ഒപ്പാക് മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പോൾ മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൽ എന്തുണ്ടായിരിക്കും, ഡയമെൻഷൻ അനുസരിച്ച് എന്തുണ്ടായിരിക്കും, വളരെ വലിയ ചേഞ്ച് വരുന്നുണ്ട്. സം സോളിഡ് ബിക്കം ലിക്വിഡ്, കെമിക്കലി സ്റ്റേബിൾ മെറ്റീരിയൽ ബിക്കം കമ്പസ്റ്റബിൾ. അപ്പോൾ എന്താണ്, സോളിഡ്സ് എന്തായിരിക്കും ലിക്വിഡ്സ് ആയി മാറും, അതേപോലെ തന്നെ കെമിക്കലി സ്റ്റേബിൾ മെറ്റീരിയൽസ് എന്തായിരിക്കും കമ്പസ്റ്റബിൾ ആവും, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ എന്തായിരിക്കും കണ്ടക്ടേഴ്സ് ഒക്കെ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നാനോ ലെവലും നമ്മുടെ അറ്റോമിക് ലെവലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് പറയുന്നത് എന്തിൽ, ഫിസിക്കൽ പ്രോപ്പർട്ടീസിനകത്ത്. ഫർദർ പ്രോപ്പർട്ടീസ് മേ ബി ഡിപ്പെൻഡ് ഓൺ സൈസ് ഇൻ ദിസ് നാനോസ്കെയിൽ ഡൊമൈൻ. സം ഓഫ് ദീസ് effects are quantum mechanical in origin, are related to the surface phenomena. Furthermore, properties may be dependent on size in this nanoscale domain. എന്താണ് ഈ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് സൈസിനനുസരിച്ച് എന്താണ് പ്രോപ്പർട്ടീസിനകത്ത് ചേഞ്ച് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതെ, properties may be dependent on size in this nanoscale domain. Some of these effects are quantum mechanical in origin, others are related to surface phenomena. അതിൽ ഈ ഒരു എഫക്റ്റ് ഒക്കെ എന്തായിരിക്കും, കുറേയൊക്കെ ക്വാണ്ടം മെക്കാനിക്കൽ ഇൻ ഒറിജിൻ ആണ്, അതായത് ക്വാണ്ടം മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടാണ് ഈ പ്രോപ്പർട്ടീസിനകത്ത് ചേഞ്ച് വരുന്നത്. others are related to the surface phenomena. The proportion of atom located on surface sites of a particle increase dramatically as its size decrease. അപ്പോൾ സൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, സർഫസ് ഏരിയ കൂടും. ഓക്കെ, അല്ലെങ്കിൽ ഇൻ പ്രൊപ്പോർഷൻ എന്തായിരിക്കും സർഫസ് ഏരിയ കൂടും. അപ്പോൾ നമ്മളൊരു സോളിഡ് എടുത്തു, അതിന് നമ്മൾ എന്ത് ചെയ്തു, ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് പാർട്സ് ആയിട്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ എന്തിനായിരിക്കും അതിന്റെ സർഫസ് ഏരിയ എന്ത് ചെയ്യും, കൂടും. സോ ഇപ്പോൾ പ്രൊപ്പോർഷണൽ സർഫസ് ഏരിയ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. എന്ത് ചെയ്യും, ഒരു നാനോ പാർട്ടിക്കിൾസിന്റെ കേസ് എടുത്ത് നോക്കിയാൽ, ബിക്കോസ് ഓഫ് ദീസ് യൂണിക് ആൻഡ് അൺയൂഷ്വൽ പ്രോപ്പർട്ടീസ് നാനോ മെറ്റീരിയൽസ് ഫൈൻഡിങ് നിഷ ഇൻ ഇലക്ട്രോണിക്സ്, ബയോമെഡിക്കൽ, സ്പോർട്ടിംഗ്, എനർജി പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിനെന്തുണ്ട്, എല്ലാ മേഖലയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. സം ഓഫ് ദ ഈ ഒരു ബുക്കിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ വരുന്നത് കാറ്റലിറ്റിക് കൺവേർട്ടർ ഫോർ ഓട്ടോമൊബൈൽസ്, ദെൻ അത് ഏതൊക്കെ ചാപ്റ്റർ ആണെന്നാണ് കൊടുത്തിട്ടുള്ളത്, ദെൻ കാർബൺ നാനോ ട്യൂബ്സ്, ദെൻ പാർട്ടിക്കിൾസ് ഓഫ് കാർബൺ ബ്ലാക്ക് ആസ് റീഇൻഫോഴ്സ്മെന്റ് ഫോർ ഓട്ടോമൊബൈൽ ടയേഴ്സ്. ഓക്കെ, എന്തൊക്കെയാണ്, നാനോ കോമ്പോസിറ്റ് ടെന്നീസ് ബോൾ, ദെൻ മാഗ്നറ്റിക് നാനോ സൈസ് ഗ്രെയിൻസ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്. അപ്പോൾ അതിന്റെ നാനോ പാർട്ടിക്കിൾസിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ള ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് ഓട്ടോമൊബൈൽസിലുള്ള കാറ്റലിക് കൺവേർട്ടർ, അപ്പോൾ പൊല്യൂഷൻ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കാറ്റലിറ്റിക് കൺവേർട്ടർ. അപ്പോൾ കാറ്റലിറ്റിക് കൺവേർട്ടർ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കമ്പഷൻ ഗ്യാസസ് കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിലെ പൊല്യൂട്ടൻസ് ഒക്കെ എന്ത് ചെയ്യും, ഈ ഒരു കാറ്റലിറ്റിക് കൺവേർട്ടർ അബ്സോർബ് ചെയ്യും. അടുത്തത് കാർബൺ നാനോ ട്യൂബ്സ് ആണ്. പിന്നെ വരുന്നത് പാർട്ടിക്കിൾ ഓഫ് കാർബൺ ബ്ലാക്ക് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ്
ഫോർ ഓട്ടോമൊബൈൽ ടയേഴ്സ്. ദെൻ ഓട്ടോമൊബൈൽ ടയേഴ്സിൽ വരുന്ന കാർബൺ ബ്ലാക്ക് റീഇൻഫോഴ്സ്മെന്റ്. അടുത്തത് നാനോ കോമ്പോസിറ്റ് ടെന്നീസ് ബോൾ. അടുത്തത് ഹാർഡ് ഡിസ്കിൽ യൂസ് ചെയ്യുന്ന നാനോ സൈസിലുള്ള ഗ്രെയിൻസ്. പിന്നെ വരുന്ന മാഗ്നറ്റിക് ഗ്രെയിൻസ്. അടുത്തത് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ദാറ്റ് സ്റ്റോർ ഡാറ്റ ഓൺ മാഗ്നറ്റിക് ടേപ്സ്. അപ്പോൾ മാഗ്നറ്റിക് ടേപ്സിൽ എന്ത് ചെയ്യുക, മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ആണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ സ്റ്റോറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. Whenever a new material is developed, it is potential for harmful and toxicological interaction with human and animals must be considered. അപ്പോൾ ഒരു പുതിയ മെറ്റീരിയൽ ഉണ്ടാക്കുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ ഡെവലപ്മെൻറ്റോട് കൂടിയിട്ട് എന്തായിരിക്കും, അത് പൊട്ടൻഷ്യലി എങ്ങനെ ആയിരിക്കും, ഹ്യൂമൺ അതുപോലെ തന്നെ മറ്റ് അനിമൽസിന് അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനൊക്കെ ഉള്ള അതിൻ്റെ ഹാം അല്ലെങ്കിൽ എന്താണ് ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയറും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. സോ അതൊക്കെ എന്തൊക്കെ അതിൻ്റെ ഈ ഒരു ടോക്സിക്കോളജിക്കൽ അതുപോലെ തന്നെ ഹാർംഫുൾ ഇഫക്ട്സ് എന്തൊക്കെ നോക്കാം. സ്മോൾ നാനോ പാർട്ടിക്കിൾസ് ഹാവ് എക്സൈഡിംഗ്ലി ലാർജ് സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ വിച്ച് ക്യാൻ ലീഡ് ടു ഹൈ കെമിക്കൽ റിയാക്ടിവിറ്റീസ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷനെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സർഫസ് ഏരിയയിൽ വരുന്ന ഇൻക്രീസ്. അപ്പോൾ ഈ ഒരു സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ഹൈ ആയതുകൊണ്ട് എന്തായിരിക്കും, highly chemical reactive ആയിരിക്കും ഈ ഒരു നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. Although safety of nano material is relatively unexplored, that there are concerns that they may be absorbed into the body through skin, lungs, digestive tract relatively high rates, and that some, if present in sufficient concentration, will cause health risks such as damage to DNA or promotion of lung cancer. അപ്പോൾ എന്താണ് സഫീഷ്യന്റ് കോൺസെൻട്രേഷനിൽ എന്ത് ചെയ്യുക, നമ്മുടെ സ്കിന്നിലൂടെ അതുപോലെ ലങ്സിലൂടെ ദെൻ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൂടെ ഒക്കെ എന്ത് ചെയ്യാം, ഈ ഒരു നാനോ മെറ്റീരിയൽസ് എന്ത് ചെയ്തു ഹ്യൂമൻ ബോഡിക്ക് അകത്ത് പോയി എന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, വിൽ പോസ് ഹെൽത്ത് റിസ്ക്, ദെൻ ഡാമേജ് ടു DNA ആൻഡ് ലങ് ക്യാൻസറിനൊക്കെ എന്ത് ചെയ്യും, ഇത് പ്രൊമോട്ട് ചെയ്യും ഈ ഒരു നാനോ പാർട്ടിക്കിൾസിന്റെ കൺസംഷൻ. ദെൻ മോഡേൺ മെറ്റീരിയൽസിന്റെ നീഡ്. In spite of tremendous progress that have been made in the discipline of material science and engineering with past few years, technological challenges still remain, including development of even more sophisticated and specialized material, as well as consideration of environmental impact of the material production. Some comment these appropriated related to these issue. ഇപ്പം എന്താണ് നമ്മൾ so modern materials in the needs നോക്കാം. In spite of tremendous progress that has been made in the discipline of material science and engineering with past few years, technological challenges still remain, including development of even more sophisticated and specialized material, as well as consideration of the environmental impact of materials production. അപ്പോൾ മെറ്റീരിയൽ പ്രൊഡക്ഷനും അതുപോലെ തന്നെ എന്താണ് ഈ ഒരു മെറ്റീരിയൽ പ്രൊഡക്ഷൻ എൻവയോൺമെന്റൽ ഇമ്പാക്ട്, അതേപോലെ തന്നെ എന്താ സ്പെഷ്യലൈസ്ഡ് മെറ്റീരിയൽസിന്റെ ഡെവലപ്മെന്റിൽ ഒന്നുണ്ടാവും ചാലഞ്ചസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ നമുക്ക് നോക്കാം അതിന്റെ എക്സാമ്പിൾ. Nuclear energy holds some promise, but solution to many problems that remain will necessarily involve materials such as fuel containment structures and facilities for disposal of radioactive waste. So ഇപ്പോൾ ന്യൂക്ലിയർ എനർജി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൊല്യൂഷൻ ആണ്. പക്ഷേ അവിടെ എന്താണ് ഈ ഒരു ഫ്യൂവൽസ് അതുപോലെ തന്നെ ഈ ഒരു കണ്ടെയ്ൻമെന്റ് സ്ട്രക്ചർ, ദെൻ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിന്റെ ഡിസ്പോസൽ, ഇതിനുള്ള ഫെസിലിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രോബ്ലം ആയിട്ട് റിമൈൻ ചെയ്യുന്നുണ്ട്. സിഗ്നിഫിക്കൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് എനർജി ആർ ഇൻവോൾവ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ, reducing the waste of transportation vehicle, automobile, aircraft and train, as well as increasing engine operating temperature will enhance fuel efficiency. അപ്പോൾ നമ്മൾ ന്യൂക്ലിയർ എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസിന്റെ അതായത് ഓട്ടോമൊബൈൽസ്, എയർക്രാഫ്റ്റ്, ട്രെയിൻസ് ഇതിൻ്റെയൊക്കെ എന്ത് ചെയ്യും, വെയിറ്റ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതേപോലെ തന്നെ എന്താണ് ഹൈ ടെമ്പറേച്ചറിലുള്ള എഞ്ചിൻ ഓപ്പറേഷൻ എന്ത് ചെയ്യും, ഫ്യൂൽ എഫിഷ്യൻസി അല്ലെങ്കിൽ എഞ്ചിന്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദെൻ new high strength low density structural material remains to be developed, as well as materials that have higher temperature capabilities for use in engine component. Furthermore, there is a recognized need to find new economical source for energy and to use present resources more efficiently. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ന്യൂക്ലിയർ എനർജി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു പ്രോമിസ് വരുന്നുണ്ട്, പക്ഷെ എന്താണ് അതിന്റെ കുറച്ച് പ്രോബ്ലംസും നമ്മൾ പറഞ്ഞു. അടുത്തത് സിഗ്നിഫിക്കൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് എനർജി ആർ ഇൻവോൾവ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ എമൗണ്ട് ഓഫ് എനർജി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്.
സോ ഇപ്പോൾ റെഡ്യൂസിങ് വെയിറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസ് ആസ് വെൽ ആസ് ഇൻക്രീസിങ് എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ വിൽ എൻഹാൻസ് ഫ്യൂൽ എഫിഷ്യൻസി. അപ്പോൾ എഞ്ചിൻ്റെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ന്യൂ ഹൈ സ്ട്രെങ്ത് ലോ ഡെൻസിറ്റി സ്ട്രക്ചറൽ മെറ്റീരിയൽ റിമെയിൻസ് ടു ബി ഡെവലപ്ഡ് ആസ് വെൽ ആസ് മെറ്റീരിയൽ ദാറ്റ് ഹയർ ടെമ്പറേച്ചർ കാപ്പബിലിറ്റി ഫോർ യൂസ് ഇൻ എഞ്ചിൻ കമ്പോണൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോ ഡെൻസിറ്റി സ്ട്രക്ചറൽ മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യുക, അതേപോലെ തന്നെ എന്താണ് ഹൈ ടെമ്പറേച്ചർ കാപ്പബിലിറ്റി ഉള്ള എഞ്ചിൻ കമ്പോണൻസ് അല്ലെങ്കിൽ എഞ്ചിൻ പാർട്സ് ഡെവലപ്പ് ചെയ്യുക. എന്ത് ചെയ്യുക, ഈ രണ്ട് ഇതിന് വേണ്ടി ഫ്യൂൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക. ഫർദർ മോർ ദർ ഈസ് എ റെക്കഗ്നൈസ് നീഡ് ഫോർ ഫൈൻഡ് ന്യൂ എക്കണോമിക്കൽ സോഴ്സ് ഓഫ് എനർജി ആൻഡ് ടു യൂസ് പ്രസന്റ് റിസോഴ്സസ് മോർ എഫിഷ്യൻ്റ്ലി. അതേപോലെ തന്നെ മോർ എക്കണോമിക് ആയിട്ടുള്ള എന്ത് ചെയ്യുക, എനർജി സോഴ്സസ് എന്ത് ചെയ്യണം നമ്മൾ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യാം, എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം. മെറ്റീരിയൽസ് വിൽ അൺഡൗട്ടഡ്ലി പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദീസ് ഡെവലപ്മെന്റ്. ഫോർ എക്സാമ്പിൾ, a direct conversion of solar power into electrical energy has been demonstrated. Solar cell employ some rather complex and expensive materials to ensure viable technology material that are highly efficient in this conversion process yet less costly must be developed. അപ്പോൾ നമ്മൾ ഈ ഒരു സോളാർ പവറിന് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്, അത് കോംപ്ലക്സ് ആണ്, അതുപോലെ തന്നെ എക്സ്പെൻസീവ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ലെസ് കോസ്റ്റ്ലി ആയിട്ടുള്ള എന്ത് ചെയ്യാം, ഈ ഒരു എനർജി ഡയറക്റ്റ് എനർജി കൺവേർഷന് പോസിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യണം, നമ്മൾ ഇനിയും ഡെവലപ്പ് ചെയ്തെടുക്കണം. Then അടുത്തത് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഈസ് അനദർ വെരി അട്രാക്റ്റീവ് ആൻഡ് ഫീസിബിൾ എനർജി കൺവേർഷൻ ടെക്നോളജി ദാറ്റ് ഹാസ് അഡ്വാൻറ്റേജ് ഓഫ് ബീയിങ് നോൺ പൊല്യൂട്ടിംഗ്. ഇറ്റ് ഈസ് ജസ്റ്റ് ബിഗിനിങ് ടു ബി ഇംപ്ലിമെന്റഡ് ഇൻ ബാറ്ററീസ് ഫോർ ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് ഹോൾഡ് പ്രോമിസസ് ആസ് എ പവർ പ്ലാന്റ് ഫോർ ഓട്ടോമൊബൈൽസ്. അപ്പോൾ ഈ ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് എന്താണ്, പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ദെൻ അട്രാക്റ്റീവ് ആണ്, അതേപോലെ തന്നെ എന്താണ്, ഇറ്റ്സ് ഫീസിബിൾ, എക്കണോമിക് ഫീസിബിൾ ആണ്. ദെൻ അതുപോലെ തന്നെ എന്താണ്, നോൺ പൊല്യൂട്ടിംഗ് ആണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ബിഗിനിങ് ടു ബി ഇംപ്ലിമെന്റഡ് ഇൻ ബാറ്ററീസ് ഫോർ ഇലക്ട്രോണിക് ഡിവൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രോണിക് ഡിവൈസിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിന് ഇംപ്ലിമെന്റേഷൻ എന്ത് ചെയ്തിട്ടുള്ള ബിഗിനിങ് തുടങ്ങിയിട്ടുള്ളൂ. ആൻഡ് ഓൾ പ്രോമിസസ് പവർ പ്ലാന്റ് ഫോർ ഓട്ടോമൊബൈൽ പവർ പ്ലാന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇതിനെന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രജനിൽ റൺ ചെയ്യുന്ന ലോക്കോമോട്ടീവ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുതുതായിട്ട് ഡിസൈൻ ചെയ്ത് വരുന്നുണ്ട്. ന്യൂ മെറ്റീരിയൽ സ്റ്റിൽ നീഡ് ടു ബി ഡെവലപ്ഡ് ഫോർ മോർ എഫിഷ്യൻറ്റ് ഫ്യൂവൽസ് ആൻഡ് ലാൻഡ് ഓൾസോ ഫോർ ബെറ്റർ കാറ്റലിസ്റ്റ് ടു ബി യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ. സോ ഇപ്പോൾ അതെന്താണ്, ന്യൂ മെറ്റീരിയൽ സ്റ്റിൽ നീഡ് ടു ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പുതിയ എഫിഷ്യൻറ്റ് ഫ്യൂവൽ സെല്ലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇനിയും ന്യൂ മെറ്റീരിയൽസ് എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ ഫോർ ബെറ്റർ കാറ്റലിസ്റ്റ് ടു ബി യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ, അതുപോലെ തന്നെ ഹൈഡ്രജൻ പ്രൊഡക്ഷനിൽ എന്ത് ചെയ്യണം, ബെറ്റർ കാറ്റലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യും. ഫർദർ മോർ എൻവയോൺമെന്റൽ ക്വാളിറ്റി ഡിപ്പെൻഡ്സ് ഓൺ അവർ എബിലിറ്റി ടു കൺട്രോൾ എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ. സോ അപ്പോൾ എൻവയോൺമെന്റൽ ക്വാളിറ്റി എന്ത് ചെയ്യുന്നു, നമ്മളുടെ പൊല്യൂഷൻ കൺട്രോൾ എബിലിറ്റി, അതേപോലെ തന്നെ എന്താണ് നമ്മളുടെ എയർ പൊല്യൂഷൻ അതുപോലെ വാട്ടർ പൊല്യൂഷൻ ഒക്കെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് എൻവയോൺമെന്റിന്റെ ക്വാളിറ്റി നിൽക്കുന്നത്. Pollution control technique employ various material. In addition, material processing and refinement method need to be improved so they produce less environmental degradation, that is less pollution, less despoilage of the landscape from mining of raw materials. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ എങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ് പറയുന്നത്. അടുത്തത് ഓൾസോ സം മെറ്റീരിയൽസ് മാനുഫാക്ചറിംഗ് പ്രോസസ് ടോക്സിക് സബ്സ്റ്റൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇക്കോളജിക്കൽ ഇമ്പാക്ട് ഓഫ് ദെയർ ഡിസ്പോസൽ മസ്റ്റ് ബി കൺസിഡേർഡ്. അതേപോലെ തന്നെ എന്താണ്, ഇപ്പോൾ മെറ്റീരിയൽ മാനുഫാക്ചറിംഗ് അതിനകത്ത് എന്താണ് ടോക്സിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിന്റെ ഇക്കോളജിക്കൽ ഇമ്പാക്ട് ഒക്കെ, അപ്പോൾ ഇതിന്റെ ഡിസ്പോസൽ കൊണ്ടുള്ള ഇക്കോളജിക്കൽ ഇമ്പാക്ട് ഒക്കെ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. മെനി മെറ്റീരിയൽസ് ദാറ്റ് we use are derived from resources that are non-renewable, that is not capable of being regenerated. These include most polymer, for which the prime raw material is soil, and so some metals. These non-renewable resources are gradually becoming depleted, which necessitate discovery of additional reserves, the development of new material having comparable properties with less adverse environmental impact, increase recycling effort and development of new recycling technology. എന്താണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന അധികം മെറ്റീരിയൽസ് എന്നാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഡിറൈവ് ചെയ്ത് എടുക്കുന്നത്. ഇതിനകത്ത് കൂടുതലും വരുന്നത് ഏതാണ്, പോളിമേഴ്സ് ആണ്.
അപ്പോൾ അതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പോളിമേഴ്സിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയും. റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഓയിലാണ് ആൻഡ് സം മെറ്റൽസ്. ദെൻ ദീസ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്നാണ് ഗ്രാജുവലി എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സോ വിച്ച് നെസസിറ്റേറ്റ് ഡിസ്കവറി ഓഫ് അഡീഷണൽ റിസർവ്സ്. അപ്പോൾ പുതിയ റിസർവ്സ് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ മെറ്റീരിയൽ ഹാവിംഗ് കമ്പയറബിൾ പ്രോപ്പർട്ടീസ് വിത്ത് ലെസ് അഡ്വേഴ്സ് എൻവയോൺമെന്റൽ. അപ്പോൾ ലെസ് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റോട് കൂടിയിട്ടുള്ള എന്ത് ചെയ്യണം, പുതിയ മെറ്റൽസ് നമ്മൾ എന്ത് ചെയ്യണം, മെറ്റീരിയൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇൻക്രീസ് റീസൈക്ലിംഗ് എഫേർട്സ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ന്യൂ റീസൈക്ലിംഗ് ടെക്നോളജി. അതേപോലെ തന്നെ പുതിയ റീസൈക്ലിംഗ് ടെക്നോളജി എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. അതേപോലെ തന്നെ എന്താണ്, റീസൈക്ലിംഗ് എഫേർട്സ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. ആസ് എ കോൺസിക്വൻസ് ഓഫ് എക്കണോമിക്സ് ഓഫ് not only production but also environmental impact and ecological factors, it is coming increasingly important to consider the grave life cycle of materials relative to overall manufacturing process. The roles of material scientist and engineer play related to these as well as other environmental and societal issues. ജനറലായിട്ട് പറയുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്ഷൻ മാത്രമല്ല, ഇപ്പോൾ ഒരു മെറ്റീരിയലിന്റെ പ്രൊഡക്ഷൻ മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ക്രേഡിൽ ടു ഗ്രേവ് ലൈഫ് സൈക്കിൾ അനാലിസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിന്റെ എക്കോളജിക്കൽ ഫാക്ടേഴ്സ് അതുപോലെ തന്നെ എന്താണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ നടത്തണമെന്നാണ് ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് ജനറലായിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കി ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇത്ര കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പോൾ ഇതൊരു കാലിസ്റ്റർ ഡി വില്യമിന്റെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ്, കാലിസ്റ്റർ ഡി വില്യമിന്റെ ടെക്സ്റ്റ് ബുക്കാണ്. നമുക്ക് ജസ്റ്റ് ഇതിൽ ഒരു ഫസ്റ്റ് ചാപ്റ്ററാണ് ഈ ഒരു ടെക്സ്റ്റിനകത്തെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞത് മെറ്റീരിയൽ സയൻസ് എന്താണ്. അപ്പോൾ അതിൽ മെറ്റീരിയൽ സയൻസിൻ്റെ എഞ്ചിനീയറിങ്ങിനെ നമ്മൾ എന്താണ്, മെറ്റീരിയൽ സയൻസും അതുപോലെ തന്നെ മെറ്റീരിയൽ എഞ്ചിനീയറിംഗും എന്താണ് ഡിഫറൻ്റ് ആയിട്ട് ക്ലാസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. തന്നെ അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഒരാൾ സ്ട്രക്ചറൽ റിലേഷൻ, അതായത് മെറ്റീരിയൽ സയൻറ്റിസ്റ്റ് എന്ത് പഠിക്കും, സ്ട്രക്ചറലായിട്ടുള്ള റിലേഷൻസ് പഠിക്കും, സ്റ്റഡി ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അവരുടെ ഫംഗ്ഷൻ വരുന്നത് എഞ്ചിനീയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഒരു എഞ്ചിനീയറുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, സ്ട്രക്ചർ എന്താന്ന് പറഞ്ഞു, സ്ട്രക്ചറും പ്രോപ്പർട്ടിയും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ സ്ട്രക്ചർസ്, അറ്റോമിക് സ്ട്രക്ചർ ഉണ്ട്, ദെൻ ആറ്റോമിക് സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് എന്ന് പറയാം ഇതിനൊക്കെ. പിന്നെ പ്രോപ്പർട്ടി എന്താന്ന് പറഞ്ഞു, ദെൻ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്, 6 പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സോളിഡ് മെറ്റീരിയലിന് വരുന്ന ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് പറഞ്ഞു. ദെൻ അവരുടെ സ്റ്റിമുലസും അതുപോലെ തന്നെ ബിഹേവിയർ അല്ലെങ്കിൽ റെസ്പോൺസും പറഞ്ഞു. ഇപ്പോൾ ഏതൊക്കെയാണ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടി, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി, തെർമൽ പ്രോപ്പർട്ടി, മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടി ആൻഡ് ഡിറ്ററേറ്റീവ് പ്രോപ്പർട്ടി. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു സോളിഡ് മെറ്റീരിയലിന് വരുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു. പിന്നെ വരുന്നത് സ്ട്രക്ചറും പ്രോപ്പർട്ടിയും അല്ലാതെ ഈ ഒരു മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് പ്രോസസ്സിംഗ് ആൻഡ് പെർഫോമൻസ്. അപ്പോൾ സ്ട്രക്ചർ എങ്ങനെയാണ്, പ്രോസസ്സിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, പ്രോപ്പർട്ടീസ് സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, പെർഫോമൻസ് എങ്ങനെയാണ്, പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിനാണ് എന്ത് ചെയ്യുന്ന ഒരു റിലേഷൻ വരുന്നത്. പിന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്ത് മെറ്റീരിയൽസ് കണ്ടു. സോ ഇതിനകത്ത് വരുന്നതാണ് സോളിഡ് മെറ്റീരിയൽസ്. സോളിഡ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ മെറ്റൽസ്, സെറാമിക്സ്, പോളിമേഴ്സ് ആണ് വരുന്നത്. ദെൻ പിന്നെ വരുന്നത് കോമ്പോസിറ്റ്സും ആൻഡ് അഡ്വാൻസ്ഡ് മെറ്റീരിയൽസും ആണ്. അപ്പോൾ അതിൽ സോളിഡ് മെറ്റീരിയൽസിലെ മെറ്റൽസ് നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു. സോ ഇപ്പോൾ നമുക്ക് ഈ ഫിഗേഴ്സ് വെച്ചിട്ട് കൂടുതൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി, ദെൻ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ്, സ്ട്രെങ്ത്, അതേപോലെ തന്നെ എന്താ ഫ്രാക്ചർ റെസിസ്റ്റൻസ്, ഇതൊക്കെ കണ്ടു. 3 മെറ്റൽ, കോമ്പോസിറ്റ്, ദെൻ സെറാമിക്, പോളിമേഴ്സ്. ഇതിൻ്റെയൊക്കെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ദെൻ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടെ കൊടുത്തിട്ടുണ്ട്. ദെൻ കോമ്പോസിറ്റ്സ്, അതേപോലെ തന്നെ എന്താണ് അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ്. അഡ്വാൻസ്ഡ് മെറ്റീരിയൽസിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്, സെമി കണ്ടക്ടേഴ്സ്, ബയോ മെറ്റീരിയൽസ്, സ്മാർട്ട് മെറ്റീരിയൽസ്. ഈ സ്മാർട്ട് മെറ്റീരിയൽസിന് 4 ടൈപ്പ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്,
shape memory alloys, piezoelectric ceramic, magnetostrictive, then electrological or magnetological fluids. പിന്നെ വരുന്നത് നാനോ മെറ്റീരിയൽ. അപ്പം ഇത്രയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. പിന്നെന്താണ് മെറ്റീരിയൽസിന്റെ നീഡ്, അതായത് മോഡേൺ മെറ്റീരിയൽസിന്റെ നീഡ്, ഇത്രയാണ് എന്ത് ചെയ്ത് ഇതിനകത്ത് പറയും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാം, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എന്താണ് പറയുന്നതിൽ ഇപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യും. അപ്പോൾ വീഡിയോ കാണുന്ന മറ്റുള്ള ആൾക്ക് എന്ത് ചെയ്ത് യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.